ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഓൾഡ് സ്കൂൾ ബോയ്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും കാറിലാണ്. കഴിഞ്ഞ കാറിലെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരുപാട് ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു. അപ്പം 100K വ്യൂസ് കിട്ടി. നമ്മൾ പോഡ്കാസ്റ്റിൽ 100K വ്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷമാണ്. രാവാണ്. അന്ന് നമ്മള് നല്ല ആഘോഷത്തിലായിരുന്നു. പിന്നെ നമ്മൾ ആലോചിച്ചു, എന്തിനാ സ്റ്റുഡിയോ കാശ് മുടക്കി എന്തിനാ ചെയ്യുന്നത്? ഇത്രയും കാശ് മുടക്കി സ്റ്റുഡിയോ എങ്ങനെ കാറിന്റെ തിരുന്നാ പോരെ. പിന്നെ ഇലക്ട്രിക് കാറും കൂടെ ആയതുകൊണ്ട് ഇത് പെട്രോളിന്റെ ചെലവില്ല. അപ്പൊ അത് കൊള്ളാം, വളരെ ലാഭകരമാണ്. സീക്രട്ട് ഏജന്റ് നല്ല എളുപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ ബുദ്ധി നേരത്തെ പ്രയോഗിക്കാനുള്ളതായിരുന്നു. വേറെ വീടും എടുത്ത് ഇനി വാടക അടക്കണം. പിന്നെ നമ്മളെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ കൺസിസ്റ്റൻസി എല്ലാരും പറയുന്നുണ്ട്. കൺസിസ്റ്റൻസി വന്നോണ്ടാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇപ്പൊ റെഗുലർ ആയിട്ട് ഇങ്ങനെ വന്ന് വീണ്ടും വീണ്ടും വന്ന് കാണാൻ കോർ ഓഡിയൻസിന് അതൊരു ഇതായി, അവർക്ക് ഒരു ചാർജ് ആയി. കഴിഞ്ഞ കുറച്ച് വീഡിയോ ആയിട്ട് ഫുള്ളി കൺസിസ്റ്റൻസിയുടെ കമന്റുകൾ തന്നെ. കൺസിസ്റ്റൻസി അറ്റ് സ്പീക്ക് എന്നാണ് പറയുന്നത്. ക്വാളിറ്റി എന്ന് കുറയോ തുടങ്ങുമായിരിക്കും. കൺസിസ്റ്റൻസി വരുമ്പോ കുറച്ച് ക്വാളിറ്റിയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സമയവും ചിലപ്പം നമ്മൾ വിചാരിക്കണത്ത സമയം കിട്ടുമെന്നില്ല. 11 മിനിറ്റോ 13 മിനിറ്റോ വീഡിയോയുടെ ടൈമും ചിലപ്പോ കുറയും. നമുക്ക് ആദ്യം കുറച്ച് നമ്മളെ സഹായിച്ച ഉല്ലാസിന് നമ്മൾ നന്ദി, ഓൾഡ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഉല്ലാസിന്റെ തല നമുക്ക് തന്നതിന്. ഉല്ലാസിന്റെ ഒരു പൂച്ചണ്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അരുണിന് നമ്മൾ പ്രത്യേക പൂച്ചണ്ട് ഇനി വാങ്ങിച്ചു കൊടുക്കും. കുറെ ആൾക്കാർ പറഞ്ഞു ഈ പൂച്ചണ്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, ആർക്കും അങ്ങനെ കിട്ടാറില്ല. ഉല്ലാസാണ് അതിന് ഇടങ്കോലിട്ടത്. ഞാനിങ്ങനെ ചോദിച്ചോളൂ, അപ്പൊ ഉടനെ വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ നിർത്തിപ്പോടാ. എന്തിന്? അല്ല, എല്ലാരും ഇങ്ങനെ പൂച്ചണ്ട് നല്ലതാണ് കാര്യം, അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പൊ അത് ആണുങ്ങൾക്ക് അങ്ങനെ ആരും ചെയ്യാറില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ആണുങ്ങൾക്ക് ആരും അങ്ങനെ ചെയ്യാറില്ല. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവർക്കൊരു ആശ്വാസമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കൊടുക്കണത്, സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതല്ലേ അതൊരു റിഫ്രഷിങ് അല്ലേ? നമ്മളൊരു ഇത് തുടങ്ങിയില്ലേ, അതാണ് നീ തൊലച്ചത്. ഇനി എന്റെ തലയെ കൊണ്ടുവന്നിട്ട് ഒന്നാമത് എനിക്ക് ഫുള്ള് ചീത്തവിളിയാണ്, ഇനി ഇതും കൂടെ സഹിക്കാൻ വയ്യ. പിന്നെ അങ്ങനെ ഉല്ലാസിന്റെയും അരുണിന്റെയും കാരുണ്യത്തിൽ നമുക്ക് 2 കണ്ടന്റ് കിട്ടി. ഉല്ലാസിന്റെ മുടി വെട്ടിയിൽ ഒരുപാട് ഫാൻസിനും പിന്നെ നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിലും കുറെ വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഉണ്ട്. അത് കുഴപ്പമില്ല, ഇറ്റ്സ് നാച്ചുറൽ. കുറച്ച് ആൾക്കാർക്ക് പലതും തോന്നും. അതെനിക്ക് തോന്നുന്നു ഉല്ലാസിന്റെ കുറച്ചൊരു ഈ ലാളിത്യ മുഖമുദ്രയൊക്കെ എല്ലാവർക്കും എടുത്തിട്ട് ഓമനിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉല്ലാസിന്റെ മോഹത്തിന്. അതെ, അതുകൊണ്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് എവനെ മറ്റേ നമ്മള് നിർബന്ധിച്ച് വായൊക്കെ കെട്ടി അങ്ങനെയാണ് നമ്മൾ മുടി കെട്ടിയത്. അങ്ങനെയൊന്നും അല്ല. ഉല്ലാസ് ആയോണ്ടല്ലേ ഇത് ചെയ്തത്. ഉല്ലാസ് ആയോണ്ടല്ലേ, ഉല്ലാസ് ഒന്നും മറിച്ച് പറയാത്തോണ്ടല്ലേ ചെയ്തത്. സത്യം പറഞ്ഞ കുറച്ച് അതില് ചെറിയൊരു സത്യാവസ്ഥ ഉണ്ട്. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഉല്ലാസിന് നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ അത്ര പാടില്ല. ഇല്ല, ഉല്ലാസിന്റെ അടുത്ത് നില്ലടാ എന്ന് പറഞ്ഞാൽ നിൽക്കും. ആദ്യം നിന്നില്ലെങ്കിലും കുറച്ചെന്ന് പറഞ്ഞ് അവസാനം ഒന്ന് പറയക്കിടന്നില്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രയോജനമുണ്ട്, അത് നമ്മൾ മുതലെടുക്കാറുമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കണ്ടന്റ് ഐഡിയ ഫോം ആയത്. എന്റെ മുടി വളർന്ന് കിടന്നാണ്. ഇപ്പൊ ഇവര് ചോദിച്ച് എന്തായാലും കണ്ടന്റ് എടുക്കണം, വെട്ടിട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വെട്ടിക്കോ. പിന്നെ ഒരു കണ്ടന്റും ഒരു ആഴ്ചയിൽ ഒരു 3 എണ്ണോ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ അതൊരു ഫ്രഷ് കണ്ടന്റ് അല്ലേ എന്ന് വിചാരിച്ചു. അധികം പോയില്ല, എന്നാലും കുഴപ്പമില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഉല്ലാസ് തലയൊക്കെ ദാനം തന്നതാ. എങ്ങനെ വെട്ടരുത് എന്നൊക്കെ നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ അല്ലേ, ഒരുപാട് മാറ്റങ്ങൾ. കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ട്രെൻഡിങ് ലിസ്റ്റ്. അത് ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും ആഗ്രഹമാണ് യൂട്യൂബിലെ വീഡിയോ. നമ്മുടെ ആഗ്രഹമായിരുന്നു ട്രെൻഡിങ്ങിൽ ഒന്ന് കയറണം. പക്ഷെ അതിന് മുന്നേ അത് കുഴപ്പമില്ല. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ സിൽവർ പ്ലേ ബട്ടൺ പണ്ടത്തെ പോലെ വലിയ നല്ല സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെന്നായിരുന്നു. ഇപ്പൊ അവര് ചെറുതാക്കി പൊടിയാക്കി. ഇപ്പൊ നമ്മളിങ്ങനെ അപ്കമിങ് ആയി വരുമ്പോഴത്തേക്ക് അവര് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കളഞ്ഞു. പണ്ട് മറ്റേ ഇത് ഇൻസ്റ്റാഗ്രാമിൽ സ്വൈപ്പ് നിനക്ക് കിട്ടിയായിരുന്നല്ലേ? സ്വൈപ്പ് 10,000 ഉണ്ടെങ്കിലേ കയറുകളായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പണ്ടെന്ന് വെച്ചാൽ സ്വൈപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഈ ലിങ്ക് നമുക്ക് സ്റ്റോറിയിൽ ഇടാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ലിങ്ക് കയറി പോകും. സ്വൈപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു
ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ അതെടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ മറ്റേ സ്റ്റിക്കർ പോലെ ആക്കി എല്ലാവർക്കും ഇടാൻ പറ്റും. അപ്പോഴും നമ്മള് 10,000 നമുക്ക് പൊട്ടാ വൈദ്യുതി 10,000 അടിച്ചിട്ട് നമ്മൾ നോക്കുമ്പോ സ്വൈപ്പ് ഇല്ല. കാരണം സ്വൈപ്പ് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് സ്വൈപ്പ് ഇല്ലല്ലോ, എനിക്ക് വന്നു സ്വൈപ്പ് എന്ന് പറയുമ്പോ നമുക്കൊരു ടിക്ക് കിട്ടുന്ന പോലെയാണ് സ്വൈപ്പ് കിട്ടുന്നത്. വെരിഫിക്കേഷൻ കിട്ടുന്നു. ഇപ്പൊ വെരിഫിക്കേഷനും എല്ലാവർക്കും ആയി, പൈസ കൊടുത്ത ആർക്കാണെന്നില്ല. അതേപോലെ ട്രെൻഡിങ്, വർഷങ്ങളായിട്ട് നിന്ന ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ട്രെൻഡിങ് കയറി കഴിഞ്ഞാൽ പിന്നെ അതൊരു അല്ലേ ഭയങ്കര സംഭവമാണ്. ഒന്നാമതൊക്കെ കെട്ടുക എന്നുള്ള ഒരു സ്വപ്നമാണ്. അതെ അതെ അതെ. കുറെ ആൾക്കാർക്ക് എപ്പോഴും അതൊരു ഇങ്ങനെ എപ്പോഴും അവര് സ്റ്റോറി ഒക്കെ ഇടുമല്ലോ, ഈ ട്രെൻഡിങ് കയറി കഴിഞ്ഞാൽ സ്റ്റോറി ഒക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു അച്ചീവ്മെന്റ് പോലത്തെ ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും ട്രെൻഡിങ് മാറ്റി, അതിൽ നമുക്ക് വിരോധമില്ല, കേറാൻ പറ്റാത്തല്ല വിഷമേ ഉള്ളൂ. കേറാൻ പറ്റിയില്ല എന്നുള്ളൊരു സാധനമേ ഉള്ളൂ, പക്ഷെ സന്തോഷമുണ്ട്. പിന്നെ സന്തോഷമുണ്ട്. അല്ല, ഈ ട്രെൻഡിങ്ങിന് ഒരു പ്രശ്നമുണ്ട്, ഒരു തവണ അത് കയറി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിൽ കയറിക്കൊണ്ടിരിക്കും. ട്രെൻഡിങ്ങിന്റെ മാനദണ്ഡം എന്താണ്? അതെനിക്ക് തോന്നി ലൈക്ക്, ഷെയർ, വ്യൂസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കും. ആദ്യത്തെ 24 മണിക്കൂറിനകത്തുള്ള എന്തോ മെട്രിക്സ് വെച്ചിട്ടാണ് അവര് എന്തോ ഒരു സംഭവം ഉണ്ട്. അത് എനിക്കും ഇങ്ങനെ നോക്കിയിട്ട് എന്തോ എൻഗേജ്മെന്റ് ആണോ എന്താണ് ചിലപ്പോ നമുക്ക് 100K ആക്കി താഴെ ഉള്ളതും ട്രെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ചിലപ്പോ അവര് കൂടിയ ഇപ്പൊ കൊറേ വ്യൂസ് ഉള്ളതും ചിലപ്പോ ട്രെൻഡിങ്ങിൽ അതിങ്ങനെ നമ്മൾ സംശയം എപ്പോഴും നോക്കിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിന്റെ എന്തായാലും മാറ്റിയതില് നമുക്ക് കേറിയില്ലല്ലോ എന്നുള്ളതിലൊരു ഇതുണ്ട്, ഒരു നിരാശയുണ്ട്. നമ്മൾ ഇതുവരെ കേറിയില്ലല്ലോ. നമ്മൾ സ്ക്വിഡ് ഗെയിം ഒക്കെ നല്ല കേറുമെന്ന് വിചാരിച്ചു, അത് കേറിയില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനി കേറാൻ പോണില്ല. അതുകൊണ്ട് ഇത് മാറ്റിയത് വളരെ സന്തോഷിക്കും. ബാക്കി ആരും കേറൂലല്ലോ. ഇനിയിപ്പോ പുതിയ ആളെന്ന് വെച്ചാൽ ഹൈപ്പാണ്. ഹൈപ്പിന്റെ അൽഗോരിതം ഏതാണ്ട് നമുക്ക് മനസ്സിലാവും. ആൾക്കാര് പുഷ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് കയറി പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ താഴെ കമന്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. അതിൽ ഞെക്കുമ്പോൾ നമുക്ക് ഹൈപ്പ് കൊടുക്കാൻ പറ്റും. എത്ര പോയിന്റ് നമ്മളെ ഇതിൽ നിന്ന് എടുക്കും. ആ പോയിന്റിന്റെ കണക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്കൊന്ന് ആഴ്ചയിൽ ഇത്ര പോയിന്റ്സേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ അത് കുറച്ചു പേർക്ക് കൊടുക്കാവൂ, 3 പ്രാവശ്യമേ ഉപയോഗിക്കാവുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതില്ല. അപ്പോഴേ അത് നമുക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും വേണ്ടി കൊടുക്കാൻ വേണ്ടി അവർ ഇരിക്കും. അത് കുറച്ച് നല്ലതാണ് കാര്യം. അത് കുറച്ചുകൂടെ ഒരു ഹ്യൂമൻ ഫാക്ടർ എന്നുള്ളൊരു സംഭവമുണ്ട്. മറ്റേലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അൽഗോരിതം പറയാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് ട്രെൻഡിങ് ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കുറെ റിലീജിയസ് ആയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും. വരും, സീരിയൽ വരും, സീരിയലിന്റെ മറ്റേ പരസ്യം, സീരിയൽ ഇടൂല, പരസ്യമൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വരുന്നത്. അപ്പൊ അത് പിന്നെ പ്രസവം ട്രെൻഡിങ് ലിസ്റ്റില് കേറണം. അതെ, കേറിയിരിക്കും. പ്രസവം ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ട്രെൻഡിങ്ങിൽ കയറും, അത് ഉറപ്പായിരുന്നു. നമുക്ക് പിന്നെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ആണുങ്ങളായതുകൊണ്ട് പ്രസവിക്കാനുള്ള ഭാഗ്യം ഇല്ലാണ്ടായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പ്, നിങ്ങള് വീഡിയോസിനൊക്കെ ഹൈപ്പ് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഹൈപ്പ് ചെയ്യുക. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഈ അൽഗോറിതം എന്ന് പറഞ്ഞ സാധനം തന്നെ വന്നത് ഈ ഹ്യൂമൻ മാനിപ്പുലേഷൻ ഉണ്ടാവുന്നു എന്നുള്ള ഒരു സാധനം കൊണ്ടാണ്. അപ്പൊ ഇതിന് ഈ ഒരു സാധനം ഉണ്ടാവൂലേ? ഇതിനും വരാൻ ചാൻസ് ഉണ്ട്. അതിലും എന്ന് വെച്ചാ കൊറേ അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഹൈപ്പ് അങ്ങ് ചെയ്ത് വിട്ടാൽ പോരെ. ഈ ഫേക്ക് അക്കൗണ്ട് ഫാമിംഗ് ഉണ്ടല്ലോ, ഈ ചൈനയിലൊക്കെ കുറെ മൊബൈലൊക്കെ ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഓമൻ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന പോലെ ഒരു 50,000 രൂപ അഴിച്ചിട്ട് ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്ന അത് ചിലപ്പം ഇവർക്ക് ഇൻവാലിഡ് ചിലപ്പോ കിട്ടുമായിരിക്കും, യൂട്യൂബിന് കിട്ടുമായിരിക്കോ അറിഞ്ഞൂടാ. ഇതിപ്പം അവര് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളു. അപ്പം ഫ്യൂച്ചറിൽ അറിയാൻ പറ്റും. യൂട്യൂബിൽ ഈ ഫേക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആ സാധനം അത് മാറ്റണം. അതിനൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണം, ഒരു ഐഡി വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വെരിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും. ആധാറുമായി ലിങ്ക് ചെയ്യും. അത് വേണ്ട, ഫോൺ നമ്പർ മറ്റേ വെരിഫിക്കേഷൻ അങ്ങനത്തെ സെറ്റപ്പ് മതി. പിന്നെ ഇപ്പൊ യൂട്യൂബിലും അവരും കുറച്ച് ക്രിയേറ്റേഴ്സിന് കുറവുള്ളതുപോലെ എന്ന് വെച്ചാൽ പുതിയ ക്രിയേറ്റേഴ്സിനെ കുറച്ചും കൂടെ വെൽക്കമിങ് പോലെ തോന്നുന്നു. പുതിയ ക്രിയേറ്റേഴ്സിന് എനിക്ക് തോന്നുന്നു
ഒറിജിനൽ ക്രിയേറ്റേഴ്സ്, ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണവരെയാണ് അവർ കൂടുതൽ പുഷ് ചെയ്യണം. കാര്യം മറ്റേ എ ഐ പുതിയ നിയമം വെച്ചിട്ട് ഇതാണ് ഈ ഒറിജിനൽ കണ്ടന്റ് അല്ലാത്തതിന് അധികം മോണിറ്റൈസേഷൻ ഇല്ല. മോണിറ്റൈസേഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ വെച്ച് ചെയ്യുന്നത്, പിന്നെ വേറൊരാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ യൂസ് ചെയ്യുന്നത്, വേറൊരാളുടെ വീഡിയോ മൊത്തത്തിൽ എടുത്തിടുന്ന ഒരു ടൈപ്പ് സംഭവം. ഇപ്പൊ മറ്റൊരാളുടെ വീഡിയോ എടുത്തിടുക ഇപ്പൊ റിയാക്ഷൻ വീഡിയോസിന് അങ്ങനെ പ്രശ്നം വരില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ആ ക്ലിപ്പ് മാത്രം എടുത്ത്, ചിലപ്പം ഒരു ലൈവ് സ്ട്രീമിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പ് മാത്രം എടുത്തിട്ട് അത് അവരിട്ട് ചാനൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും ചിലപ്പോ അത് എന്ന് വെച്ചാൽ അവര് കോപ്പിറൈറ്റ് ക്ലെയിമും ചെയ്യാത്തവർക്ക് ഇതിലൊരു ഫ്രീ ഈസി മണിയാണ്. കാരണം വേറൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, അവരൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ കട്ട് ചെയ്ത് എടുത്തിടുക. അത് ചിലപ്പോ അതായിരിക്കും ചിലപ്പോ ഓടുന്നത്. അതൊന്നും യൂട്യൂബ് എൻകറേജ് ചെയ്യുന്നില്ല. പിന്നെ AI വീഡിയോ, ഓഡിയോ ചെയ്യുന്നതും ഇല്ലല്ലോ. മറ്റേ ഈ AI വെച്ചിട്ട് ഇങ്ങനെ ഓഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോസ് അതിനും ഇല്ലെന്നാണ് കേട്ടത്. ഈ ചൈനയില് കുറെ മാങ്ങയൊക്കെ ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതിനൊന്നും കിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഓട്ടോ ഡബ് വന്ന് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് എന്തൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. യൂട്യൂബ് ഡിക്ലൈനിങ് ആണ് എന്തോ ആയിരിക്കും. അല്ല, അവര് കൊറേ ഉണ്ടാക്കി 40% ആണ് എടുത്തോണ്ട് പോകുന്നത്. 40% അല്ലേ? യൂട്യൂബ് കാരണം എത്രയോ പേര് ജീവിക്കുന്നു. അവര് പ്ലാറ്റ്ഫോം തന്ന് ശരിയാ അല്ലേ? ശരിയാ. അതില് മാത്രം കോടികൾ ഉണ്ടാക്കുന്നു. പിന്നെ അപ്പൊ അത് നമ്മള് അത് ശരിയാ, പ്ലാറ്റ്ഫോം ശരിയാ. ഞാൻ അതങ്ങ് മറന്നു. അല്ല, യൂട്യൂബ് ഇപ്പം ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇനി കുറെ ക്രിയേറ്റേഴ്സ് ഇനി മാറി ഒരുപാട് വരാനുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു സാധനം ഈ ഒരു പയ്യന്മാരുടെ ഇടയിലും കുറവാണ്. മാത്രമല്ല, ഈ ഒരു മലയാളം യൂട്യൂബിന്റെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഈ പ്രസവം ഇടുക, പ്രസവം അതിന് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, വളകാപ്പ്, അങ്ങനത്തെ ആ സാധനങ്ങള്. പിന്നെ ഇപ്പം നമുക്ക് വ്യൂസ് ഉള്ളതാണ്, വ്യൂസ് കിട്ടുന്ന സാധനങ്ങളാണ്. ഹോം ടൂർ നല്ലൊരു സാധനമാണ്. ഹോം ടൂർ, നമ്മുടെ ഹോം ടൂർ ഒക്കെ എന്തോരം പോയി. അതെ. പിന്നെ കല്യാണം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ആൾക്കാര് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇങ്ങനെ പോയാൽ മതി, ഓടും എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ ഈ ഇപ്പം കോൺഫ്ലിക്റ്റുകൾ, ഇത് അതിലുള്ളവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അറിയാലോ. ഈ കോൺഫ്ലിക്റ്റുകൾ കൊണ്ട് ഫോർച്യൂൺ വാങ്ങുന്നു, അങ്ങനെയൊക്കെ ഒരു ട്രെൻഡ് അല്ലേ? അറിയാലോ, ഓൾഡ് സ്കൂൾ ബോയ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ തമ്മിൽ തന്നെ പ്രശ്നം. അതിൽ നിന്ന് അവര് ഓരോരോ വീട്ടുകാര് ഓരോ അംഗങ്ങള് പ്രത്യേക ചാനല് മാറി അവര് ചെയ്യുന്നു, അതിന് തന്നെ വ്യൂസ്. അപ്പൊ അങ്ങനെ ഒരു കണ്ടന്റ് സാധനം ഉണ്ട്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ റിച്വൽ അല്ല, റിലീജിയസ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന കുറെ കണ്ടന്റ് സ്ട്രാറ്റജികളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് പുതിയ റിഫ്രഷിംഗ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാരുകൾ വരണം, ആൾക്കാർ ഇടണം, ട്രൈ ചെയ്യണം. കുറച്ചും കൂടെ ഒരു പുതിയ ആൾക്കാര്, യങ് ഓഡിയൻസിനെയും കൂടെ അട്രാക്ട് ചെയ്യണ സാധനങ്ങൾ വെക്കണം. കാരണം ഇപ്പൊ കൂടുതൽ ഫാമിലി വ്ളോഗ്സും ഫാമിലി ഡ്രാമ അങ്ങനെയാണ് വരുന്നത്. അപ്പോഴാ ഒരു നമ്മള് പണ്ടൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 24 ആണല്ലേ പീക്ക് ഓഡിയൻസ് അല്ലേ? 18 to 24. ഇപ്പൊ ആ ഒരു ടീനേജില് അല്ലെങ്കിൽ ഇപ്പം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ വിടുമായിരുന്നു. ആ സമയത്തുള്ള നമ്മുടെ ഒരു ടീനേജ് ടൈമിലുള്ള നമ്മുടെ ക്രേസിനെസ്, അതൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്, അതൊക്കെ ആയിരുന്നു കാണാനൊക്കെ ഇഷ്ടം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഫാമിലി സെറ്റപ്പാണ്. ഫാമിലിയിൽ നടക്കുന്ന എന്താണ്, അങ്ങനത്തെ അത് മാത്രമേ ഉള്ളൂ. ഓഡിയൻസ് മാറി അത്യാവശ്യം. യൂട്യൂബിനകത്ത് കുറച്ച് പ്രായമുള്ള ഓഡിയൻസ് ആണ് കൂടുതലും ഉള്ളത്. അതിന്റെ ഉണ്ട്. യങ് ഓഡിയൻസ് വരുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മാറുമെന്ന് തോന്നുന്നു. ഓഡിയൻസിന് ഇപ്പൊ ഇടുന്നത് പോലെയല്ലേ ആൾക്കാർ വരണേ, അത് പറയാൻ പറ്റും. ഓഡിയൻസിന് ഇടുന്ന പോലെ വരും. അതിപ്പം പണ്ട് ഫേസ്ബുക്കില് ഈ ഓൾഡ് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ യൂട്യൂബിലും വന്നില്ലേ, അത് ഇടുന്നോണ്ടല്ലേ. യൂട്യൂബില് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവല്യൂഷൻ. നമ്മള് അമ്മമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ഇങ്ങനത്തെ വ്ളോഗും KL ബ്രോ
അവരെയൊക്കെ പേര് എന്റെ അമ്മയ്ക്ക് അറിയാം. KL ബ്രോ, KL ബ്രോ അവർക്ക് അങ്ങനെയൊക്കെ പറയണേ. കാരണം KL ബ്രോ നമുക്ക് ഇവര് ഒരു വാർത്തയിലാണ് ഞാൻ കണ്ടത്. അതുവരെ നമ്മളെ ഫീൽഡിലൊന്നും വന്നില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും മില്യൺ വ്യൂ അല്ലേ? അല്ല, KL ബ്രോയുടെ സംഭവം നമ്മുടെ ഫീൽഡിൽ ഒന്നിലും വന്നിട്ടില്ല. അങ്ങനത്തെ അവരുടെ റീലായാലും വീഡിയോ ആയാലും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ആകെ പിന്നീട് ഈ ഒരു ഇന്ത്യയിലെ ടോപ്പ് ക്രിയേറ്റർ ആണ് എന്നുള്ളത് അറിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞ നോക്കിയത് കയറി. ഇപ്പോഴും 75 മില്യൺ എന്തോ ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിയേറ്റർ ആണ്. ഇൻഡിവിജ്വൽ ക്രിയേറ്റർ സീരീസ് അല്ലേ ഏറ്റവും. അങ്ങനെയൊക്കെ മലയാളത്തിൽ നിന്ന് ഒരു റീജിയണൽ അല്ലേ ഭയങ്കര സംഭവം. അതൊരു വൻ സംഭവമാണ്. അപ്പം അത് ഇനിയിപ്പോ ഈ ഹൈപ്പിന്റെ സാധനം അതൊക്കെ വരുമ്പം എങ്ങനെയാണ് മാറണേ എന്നുള്ളത് നോക്കാം അല്ലേ. അമ്മമാർക്കൊന്ന് ഹൈപ്പ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കരുത്. കാരണം ഹൈപ്പ് വേറെ റൂട്ടിലോട്ട് ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോ സീരിയലുകൾക്കായിരിക്കും കൂടുതൽ ഹൈപ്പ് കിട്ടണത്. പ്ലീസ്. പിന്നെ നമ്മുടെ ഈ ഒരു ടീം അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെ ഒരു സാധനങ്ങള് വ്ളോഗേഴ്സ് ഉണ്ട്, എന്നാലും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഈ ഫ്രണ്ട്സ് ടീമായിട്ടുള്ള ഒരു വ്ളോഗ്സ് ഉണ്ട്. മറ്റേ ഉണ്ട്, എന്നാലും കൂടുതൽ ഫാമിലി ഫീൽഡിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, പിന്നെ മറ്റേ തൊപ്പി അവര് ഗ്യാങ് ആയിട്ടൊക്കെ ചെയ്യുന്നു. പിന്നെ എന്തോ കൂടുതലും ഒരു ഫാമിലി പ്ലാനിങ് പോലെ തന്നെയാണ് ഇപ്പൊ യൂട്യൂബും പോകുന്നത്. അറിഞ്ഞൂടാ, പുതിയ ആൾക്കാരെ നമ്മളും കാണുന്നില്ല. ചിലപ്പോ നമ്മുടെ ഫീഡിന്റെ കുഴപ്പമായിരിക്കാം, പക്ഷെ വരുന്നില്ല. അല്ല, ഈ പുതിയ അപ്ഡേറ്റ് ഒക്കെ ചിലപ്പം നമ്മുടെ ഇതിന് വ്യൂവിന് എന്താണ് നമ്മുടെ ഈ കൺസ്യൂം ചെയ്യുന്നതിലും വ്യത്യാസം വരുത്തും തോന്നണം. നോക്കാം, നമ്മൾ ട്രൈ ചെയ്യാണ് എങ്ങനെ ഇത് അല്ലെ ക്രാക്ക് ചെയ്യുമെന്നും കൂടെ നോക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അല്ല, ഇപ്പം യൂട്യൂബിൽ ഒരു മോണിറ്ററി ഇതായിട്ട് നോക്കുവാണെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവൂല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടന്റ് ക്വാളിറ്റിയുടെ ഒരു ഇതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് സാധാരണയായിട്ട് വരും. പക്ഷെ കണ്ടന്റ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നോക്കാൻ നമ്മൾ ശ്രമിക്കാം. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഇത് യൂട്യൂബിൽ നിറയ്ക്കുക, വീഡിയോസ് നിറയ്ക്കുക, ഫ്രീക്വൻസി കൂട്ടുക, ലെങ്ത് കൂട്ടുക എന്ന് വെച്ചാൽ പണ്ടത്തെ പോലത്തെ കട്ട് അതുകൊണ്ടായിരിക്കും ക്വാളിറ്റിയും കുറഞ്ഞു. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ പോലെ ഫാസ്റ്റ് കട്ടൊക്കെ കുറഞ്ഞ് ഇപ്പം കുറച്ച് റോ ആയി. ഒരുപാട് വ്യത്യാസങ്ങള്. ഒരു ഫാസ്റ്റ് കട്ട് സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഒരു എനിക്ക് തലവേദനയായിരുന്നു. ഇത് കിട്ടൂല. അത് പിന്നെ അത് കുറച്ചുകൂടെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സ്ലോ കട്ടിന്റെ സംഭവം ഇടയ്ക്ക് വെച്ച് ഭയങ്കര പ്രൊഫഷണലായി. ഈ യൂട്യൂബ് വീഡിയോ ഓവർ പ്രൊഫഷണലായി. ആ ഒരു അമേച്ചർനെസ്, ഒരു ക്യാമറ വെക്കണൊക്കെ മാറി. ഒരു ഷേക്ക് ഒക്കെ അതല്ലേ നമ്മള് ഷേക്ക് ഇടണത് അല്ലേ, കൈവറയിലല്ല, അവന്റെ ജീനിയസാ. അല്ല, അന്ന് കുറച്ചുകൂടെ ഈ പറഞ്ഞ കണക്ക് മറ്റേ ട്രാൻസിഷനും മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തോണ്ട്. ഇപ്പൊ കൂടുതലും ഗിയർ അങ്ങനത്തെ കുറെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയേഴ്സ്. ഇപ്പം കൂടുതലും ഫോണില് മൈക്കും വെച്ചെടുക്കുന്ന സെറ്റപ്പാണ് ഉള്ളത്. ബ്ലോഗ് റോ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലുള്ളത്. അങ്ങനെ കുറെ ചേഞ്ചസിൽ നിന്നാണ് ഇപ്പം യൂട്യൂബ് വന്നത്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ഫ്രീക്വൻസി മസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ മാസത്തിൽ ഇപ്പൊ പണ്ട് അർജുവും കാർത്തിക്കും ഒക്കെ ഇട്ടോണ്ടിരുന്ന ആ ടൈമിൽ ഇട്ടോണ്ടിരുന്ന മാസത്തിൽ 2-3 ഒക്കെ ആയിരുന്നു. അത് നല്ല ഇതായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഇപ്പൊ ഇനി അങ്ങനെ ചെയ്തിട്ട് യൂട്യൂബ് പുഷ് ചെയ്യൂല. യൂട്യൂബും പുഷ് ചെയ്യൂല, നമുക്ക് കാര്യമായ ഗ്രോത്തും വരൂല. പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഡെയിലി ഇടുക, അല്ലെങ്കിൽ എന്തായാലും കൺസിസ്റ്റന്റ് ആയാലേ ഫ്രീക്വൻസി യൂട്യൂബില് ചാനലിൽ നിറയ്ക്കുക വീഡിയോ. ഷോർട്സ് ഗ്രോത്തിന് ഷോർട്സ് നല്ലൊരു സംഭവമാണ്. അതാണ് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടുതൽ. പണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഈ യൂട്യൂബിൽ നിറയ്ക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇല്ലല്ലോ. അപ്പൊ അതിനു മുന്നേ കുറച്ചുകൂടെ ഒരു ലെവറേജ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം വെച്ച് നമ്മുടേതായ ഒരു അമച്ചറിഷ് രീതിയിൽ തോന്നുന്നത് ഇടാം, നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം പോയില്ലേ. ആ ഒരു എന്താ പറയാ, ആ ഒരു അമച്ചർനെസ് അത് പോയി. അതൊരു ഡ്രോബാക്ക് അല്ലേ? ഡ്രോബാക്ക് ആണ്.
പിന്നെ ഇപ്പൊ ഇപ്പം നമ്മളിപ്പോ പറയണ പോലെ പൈസയുടെ രീതിയിൽ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് ഇത്തിരി പാടാണ്. ഭയങ്കര കാണുമ്പോഴും നമുക്ക് തോന്നും എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമുക്ക് പാഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമേ പിന്നെ കുറച്ച് കഴിയുമ്പോ ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞെന്ന് വെച്ചോ, നമുക്ക് കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലും പക്ഷെ നമ്മള് യൂട്യൂബർ ആണ്, നമുക്കിത് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. കാരണം ഇത്രയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബേസും കാര്യങ്ങളും വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുന്ന പോലെ ആകുമ്പോൾ അത് പ്രഷറാണ്. കാണുന്നവർക്കും അത് തിരിച്ചറിയും. കാണുമ്പോ ഇതെന്തെന്ന് ആദ്യം കണ്ടതുപോലെ അല്ലല്ലോ, ഇവരിപ്പോ മാറിയല്ലോ, അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്കും തോന്നും. അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മള് ഒരു ട്രാവൽ വ്ളോഗറിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ചിലപ്പോ ആദ്യം പാഷനിലായിരിക്കും പൊക്കോണ്ടിരുന്ന, പിന്നെ ക്ലിക്കായി ആ ഒരു ഇതിലെത്തിയപ്പോ പിന്നീട് അവര് പോകുന്നത് അങ്ങനെ പാഷൻ ആയിരിക്കുമല്ലോ, വീഡിയോ എടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നു മല്ലു ട്രാവലറൊക്കെ ഫസ്റ്റ് ടൈം നമ്മൾ ഞാനൊക്കെ കണ്ടത് ആദ്യം മറ്റേ പുള്ളി ലോറിയിൽ ഇങ്ങനെ ഹിച്ച് ഹൈക്കിങ് പോലെ പോകുന്ന ഒരു സെറ്റപ്പും പിന്നെ ഒരു ഡിയോയോ അങ്ങനത്തെ എന്തോ ചെറിയൊരു വണ്ടി ഇന്ത്യ കറങ്ങാൻ പോകുന്നു. അപ്പൊ ആ ഒരു സംഭവ രീതിയിലൊക്കെയാണ് കണ്ടത്. പിന്നെ അപ്പോഴത്തേക്ക് നമുക്കും അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് കുറഞ്ഞു തുടങ്ങി. അത് വേറൊരു രീതിയിലോട്ട് പോകുന്ന പോലെ നമുക്കും തോന്നും. അപ്പൊ അത് സംഭവം എനിക്ക് തോന്നുന്നു യൂട്യൂബിന്റെയും കൂടെ കുഴപ്പമാണ്. കാര്യം യൂട്യൂബും ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ കണ്ടന്റ് ഇടുക, ആൾക്കാരെ കൂടുതൽ നേരം യൂട്യൂബിലേക്ക് ഇരുത്തുക, യൂട്യൂബ് അഡിക്റ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ ശ്രമിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണൂല യൂട്യൂബ് ആൾക്കാർ, ഈ നമ്മളിപ്പോ ഇരിക്കുന്ന പോലെ ഒന്നും കണ്ടോണ്ടിരിക്കൂല. ഇപ്പം കേബിൾ ടി വി ഇന്ന് ഇങ്ങോട്ട് ഇന്റർനെറ്റിലേക്ക് ആൾക്കാർ വന്ന് ഫോൺ ആണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. നമ്മളിപ്പം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പണ്ട് മുതലേ. അപ്പോഴ് അതിനു വേണ്ടി ആൾക്കാർ ഇപ്പം അമ്മമാരും എല്ലാവരും ഫോണുണ്ട്, സ്മാർട്ട് ഫോൺ ഉണ്ട്, അവർക്ക് യൂട്യൂബ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക, അവർക്കും ബോറടിയില്ല. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അവരെപ്പോഴും ഫോണില് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴേ അവർക്കും ബോറടിയില്ല. അപ്പോഴങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴ് ഞാൻ എന്തോന്ന് പറഞ്ഞത്, കേബിൾ ടിവിയുടെ ഇതിലോട്ട് വന്നു, കേബിൾ ടിവിയുടെ ഇതിലൊന്ന് മാറി ഇപ്പം ഫോണിലോട്ടായി. റീൽസ് കാണുക എന്നുള്ള സെറ്റപ്പല്ലേ. എന്റെ വീട്ടിൽ അങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ കിടന്നിട്ട് അത് കാണുന്നത് മറ്റേ എന്തൊരു ഈ ചൈനക്കാരുടെ സാധനങ്ങളൊക്കെ മീൻ പിടിക്കുക. എന്റെ അച്ഛൻ എന്റെ അമ്മ നീ ഫോൺ ഉപയോഗം കുറയ്ക്കണം, അഡിക്റ്റ് ആയി വന്നു. കാരണം കണ്ടു കഴിഞ്ഞാലേ അവർക്കും കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം. ഇപ്പഴ നമ്മൾ പണ്ട് പറയൂലേ എന്തിനു തോണ്ടി ഫോണും എപ്പോഴും ചോദിച്ചവരാണ് ഇപ്പൊ ഇതും കണ്ടോണ്ടിരിക്കുന്നത്, എപ്പോഴും ഫോണിൽ തന്നെ എന്ന്. പക്ഷെ അന്ന് ഇത്ര അഡിക്റ്റീവ് ആവൂലായിരുന്നു. ഈ റീൽസ് ഈ ഷോർട്സ് സാധനം തുടങ്ങി ഇപ്പൊ അഡിക്റ്റ് ആവും. ഗ്യാരണ്ടീഡ് അഡിക്ഷൻ ആണ്. ഇപ്പം നമ്മള് ഒരു സ്ഥലത്ത് പോവുകയാണോ അല്ലെങ്കിൽ ഇപ്പൊ എത്ര മണിക്ക് കുളിക്കണം, ഒരു 10 മണിക്ക് കുളിക്കണമെന്ന് വെച്ചോ. ഇപ്പോ 10 മണിക്കല്ലേ കുളിക്കാനുള്ളത് എന്നും പറഞ്ഞ് നമ്മൾ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചോ. അത് 10:30 ആവും, 11 മണിയാവും. ആ സമയം അങ്ങ് പോവും. അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ വിചാരിക്കും നമുക്കത് പറ്റുമെന്ന്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോവുകയോ എന്തേ ചെയ്യുമ്പോഴും നമ്മൾ ഫോൺ എടുത്തിട്ട് ഇത്രയും ടൈം ഉണ്ടല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോ ഇരുന്നിട്ട് എണീക്കാൻ തന്നെ തോന്നൂല. പ്രത്യേകിച്ച് ഈ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാല് കോച്ചിട്ട് മരവിക്കും. ടു ഡേഞ്ചറസ്. അതെ. അപ്പോഴേ യൂട്യൂബ് അവർ അങ്ങനെയാണ് പുഷ് ചെയ്യുന്നത്. ആൾക്കാരെ കൂടുതൽ കാണിക്കുക, കണ്ടന്റുകൾ നിറയ്ക്കുക എന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങ് ഇരിക്കണം, ഇനി പുറത്ത് ഇറങ്ങാൻ പാടില്ല. അല്ല പണ്ടാണെങ്കിൽ ഓവർ എക്സ്പോസ്ഡ് ആവും നമ്മള് ഇങ്ങനെ, അങ്ങനത്തെ ഒരു ഇത് ഓവർ എക്സ്പോസ്ഡ് ആവും എന്നുള്ളത് കൊണ്ട്. പക്ഷെ ക്വാളിറ്റി പ്രധാന ഫോക്കസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യണ സാധനം നല്ലതായിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയില്ല, എന്തെങ്കിലും അങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് നമ്മുടെ ടൈം നമ്മളിപ്പം ഒരു 6 മണിക്കാണ് ഒരു ടൈം എല്ലാവരും ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും 12 മണി, 6 മണി, 5 മണി, 7 മണി. അപ്പോഴേ അവർക്കൊരു ആൾക്കാർക്ക് അറിയാം, ഒരു മറ്റേ സൂര്യ ടിവിയിൽ ഇത്ര മണിക്ക് പ്രോഗ്രാം വരുന്നു, 6 മണിക്ക് ഇത് വരുന്നു എന്ന് ആൾക്കാർക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മളത് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ 6 മണി കയറി നോക്കും.
അത് ഭയങ്കര അവരും പ്രൊഫഷണലായി 6 മണി കീപ്പ് ചെയ്യുന്നു. നമ്മൾ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ ഒരു ഫിക്സഡ് ടൈം ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇടുക ഒരു 5-6 മണിയാ നമുക്ക് എല്ലാം റെഡിയായി തമ്മനയിലും സെറ്റ് ആകുമ്പോൾ. പിന്നെ ഒരു സാധനമുണ്ട്, ഒരു ഇന്ന് 6 മണിക്ക് ഇട്ട് അടുത്ത ദിവസം 6 മണിയാകുമ്പോഴത്തേക്ക് ആ കണ്ടന്റിന്റെ ജീവൻ തീരും, ആ കണ്ടന്റിന്റെ വാല്യൂ തീരും. പിന്നെ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ മറ്റേ ഇങ്ങേര് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി. അപ്പൊ ഇന്ന് രാവിലെ ചാടി. ആക്ച്വലി ന്യൂസുകാർ വിചാരിച്ചത് 2-3 ദിവസം കൂടെ ഓട്ടിക്കാനുള്ള സാധനം കിട്ടും, പക്ഷെ അതിന് മുന്നേ പിടിക്കാൻ തീർന്നു കഴിഞ്ഞു. ഇപ്പൊ നമ്മള് രാവിലെ ഈ സാധനം ഗോവിന്ദസ്വാമി ചാടിയതിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കണ്ടന്റും വിചാരിച്ചോണ്ടിരുന്നു നമ്മൾ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അന്ന് ഫെയിലായില്ലേ. അതാവും. അപ്പൊ ഇന്നിപ്പോ ഭയങ്കര ഫാസ്റ്റിലാ ഈ കണ്ടന്റ് ആയാലും ഇൻഫർമേഷൻ ആയാലും പെട്ടെന്ന് അതിന്റെ ആയുസ് തീരും. പിന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം 0 ഇട്ടില്ലേ, 0 ഇട്ടപ്പോഴ് അതിൽ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഘ്നേഷ് പറഞ്ഞ് കുറച്ചുപേര് പറഞ്ഞു ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇങ്ങനെ പറയണോ, അങ്ങനെ കുറച്ച് ഇത് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താ പോരെ ഇതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു പ്രഡിക്റ്റബിലിറ്റി നല്ലതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴേ ഒരു എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവും. വ്യൂവേഴ്സിന് പ്രഡിക്റ്റബിലിറ്റി എപ്പോഴും നമ്മൾ ഇത് വരും, അത് വരും, ഇത് വരും, ആന വരും, ചേന വരും. എനിക്കും ഈ ഒരു ഇതിനോട് യോജിപ്പില്ല. ഈ നമ്മള് ചെയ്യാൻ പോണ സാധനം നേരത്തെ പറയുന്നതും നമ്മള് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ല അവരുടെ ഇപ്പം ആൾക്കാരുടെ അഭിപ്രായം എടുത്തുകൊണ്ട് നമ്മള് വീഡിയോ ഇടുന്നതിൽ ഒരു പുതുമയില്ലല്ലോ. അത് അവര് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ വേണ്ടേ കാണിക്കാൻ. അത് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പറഞ്ഞ പോലെയാണ് ഇപ്പൊ എൻഗേജ്മെന്റ് എന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം കമന്റ്സ് എന്ന് പറയുന്ന സാധനം കൂടുമ്പോ ട്രെൻഡിങ് കയറും, പറയാൻ പറ്റൂല. ചിലപ്പം സജഷൻ കൂടും, റെക്കമെൻഡേഷൻ കൂടും, നമ്മളെ എൻഗേജ്മെന്റ് നമ്മളെ ലൈക്കും കമന്റും ആയിരിക്കും. നമ്മൾ വേറെ ഒരു യൂട്യൂബിലോട്ട് സജസ്റ്റ് ചെയ്യണം, നമ്മളെ യൂട്യൂബ് ഹോമിലോട്ട് സജസ്റ്റ് ചെയ്യണം. അപ്പോഴും നമ്മള് ഈ വ്യൂവേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യും, ഈ സ്റ്റാർട്ടിങ് ഫ്രം 0 തുടങ്ങുകയാണെന്ന് പറയുമ്പോ അവരും നമ്മള് മെയിനായിട്ട് തുടങ്ങുകയാണല്ലോ. അപ്പോഴും നമ്മളിങ്ങനെ പറയുമ്പോ അവർക്ക് എന്ന് വെച്ചാൽ ചത്ത് കിടന്നൊരു ചാനലിൽ പെട്ടെന്ന് ഒരു സാധനം വരുമ്പോഴും ഇനി വരുമോ എന്നൊരു പ്രഡിക്റ്റബിലിറ്റി വരും. അപ്പോഴും കാണാൻ ഒരു എൻഗേജ്മെന്റും കിട്ടും, അങ്ങനെ സാധനം വരും. അല്ല ഇപ്പം നമ്മുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ എല്ലാരും ഈ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ കമന്റ് കൂട്ടാൻ വേണ്ടി മാത്രം അങ്ങനത്തെ രീതിയിൽ കണ്ടന്റുകൾ ചെയ്യുമ്പോ ഈ നമ്മളെ ക്വാളിറ്റിയും ക്രിയേറ്റിവിറ്റിയും മാറണേ. കാര്യം നമ്മളതിൽ പിന്നെ ഫോഴ്സ്ഡ് ആയി പോവും. ഇപ്പം ഈ റേജ് ബൈറ്റ് വീഡിയോസ് ചെയ്യണവരുണ്ട്, അവരെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കമന്റ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ പറയുന്നത്. നമ്മള് ഇപ്പൊ അതിങ്ങനെ ഓഡിയൻസിനോട് പറയുമ്പോൾ ഓഡിയൻസിന് നമ്മളോട് ഒരു ഇൻവോൾവ്മെന്റ് ഒരു അറ്റാച്ച്മെന്റും പറയും. നമ്മള് ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോ അവരും കുറെ സജഷൻ നമ്മള് നന്നാവാനോ നമ്മൾ ഇങ്ങനെ ചെയ്താ പോരെ, അങ്ങനെ ചെയ്താ പോരെ. അതിങ്ങനെ പറയുമ്പോഴേ അവർക്കൊരു നമ്മളോട് ചില വീഡിയോസിലുണ്ട് കമന്റ് കാണുമ്പോ നമുക്ക് മനസ്സിലാവും അവര് മറ്റേ നമ്മളെ വഴക്ക് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. ഇപ്പോഴത്തെ ഒരു ഇതില് കുറച്ചൊക്കെ പറഞ്ഞാണ് എല്ലാരും പോകുന്നത്. നമ്മള് തന്നെ സ്റ്റുഡിയോ ഒരു സെറ്റപ്പ് കാണിക്കാന്നാണ് പറഞ്ഞത്. സ്റ്റുഡിയോ എങ്ങനെ വരും, വീട് എടുക്കണത്, അതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോഴേ അവർക്കൊരു ആ ഒരു ജേണിയിലൂടെ അവര് നമ്മളെ കൂടെ വരുന്ന പോലെ ഒരു ഫീല് നമുക്ക് വരും, അവർക്ക് വരും. അല്ല ഇപ്പം പണ്ടത്തെ ഒരു പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയണെന്ന് തോന്നി. ടി വിയിൽ കാണുന്ന ആൾക്കാരോട് നമുക്ക് തോന്നുന്ന ഒരു ഇത് അതിപ്പോ കൂടുതലാണ്. പണ്ട് കുറച്ചുകൂടെ കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ വ്ളോഗൊക്കെ കാണുമ്പോ ഇപ്പം മറ്റേ പ്രസവ വീഡിയോ തന്നെ നമ്മളിൽ ഒരാൾ പ്രസവിച്ചു എന്നുള്ളത് പോലെ അങ്ങനത്തെ ഒരു ഫീൽ വരും. ശരിയാണ്. അപ്പൊ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇപ്പൊ കൂടുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് പോസിറ്റീവാണ്, പക്ഷെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാവും. കാര്യം ഇപ്പം ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ നമുക്ക് ബിഗ് ബോസ് വരുമ്പോൾ അത് കണ്ടിരുന്നിട്ട് നമുക്ക് പ്രഷർ കൂടും ചിലപ്പോൾ. അപ്പം അതുപോലെ ചിലർക്ക് വരാം.
ഈ റേജ് ബൈറ്റ് സാധനങ്ങൾ കാണുമ്പോഴേ, അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ വരും. ഇപ്പൊ റേജ് ബൈറ്റ് ആണല്ലോ ആൾക്കാര് ഫോക്കസ് ചെയ്യുന്നത്. ക്രൂഡ് മൈൻഡ് ആയിട്ട് റേജ് എന്തെങ്കിലും ഉടക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചർച്ചയായി എല്ലാരും കാണും. അല്ല, റേജ് ബൈറ്റിന്റെ മെയിൻ എക്സാമ്പിൾ തന്നെയാണ് ഈ അലിൻ ജോസ് പെരേരയുടെ സാധനങ്ങള്, ആറാട്ടണ്ണന്റെ സാധനങ്ങളിലൊക്കെ ഫൺ ഉണ്ടെങ്കിൽ പോലും എവര് വന്നിട്ട് ഈ ചുമ്മാ ചൊറിയണ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതും ഓർഡറുണ്ട്. അവര് വേണമെങ്കിൽ അതൊരു ഫണ്ണാക്കിയൊക്കെ കാണിക്കാം, പക്ഷെ കമന്റ്സിന് വേണ്ടിയിട്ട് ഇടുന്ന പോലത്തെ. പിന്നെ അലിൻ ജോസിനെ അടിക്കുക, പിന്നെ വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സ്ക്രിപ്റ്റഡ് ആവാനാണ് കൂടുതൽ ചാൻസ്. എനിക്ക് അറിഞ്ഞുകൂടാ അത് ഒറിജിനലായിട്ട് അടിച്ചു ചെയ്യുന്നു, പക്ഷെ അതൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാനും അവർ തമ്മിലുള്ള പ്രശ്നം ഇങ്ങനെ പറഞ്ഞിങ്ങനെ തമ്മിൽ പ്രശ്നം അവ ഇങ്ങനെ ചെയ്തു, അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കാനാണ് ചാൻസ്. കാരണം അവർക്ക് കണ്ടന്റ് എപ്പോഴും ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കണം, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാം ശരിയാണെന്ന് ഇല്ല. പക്ഷെ അങ്ങനെ ഇപ്പം ശരിയും തെറ്റും മനസ്സിലാക്കണ ആ ഒരു രീതിയിലും അല്ല എടുക്കണം. അല്ല, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇതൊക്കെ ഒരു ക്രിയേറ്റർ ഒരു അത്രയും വ്യൂസ് ആണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവരിത് അത് ശരിയല്ലല്ലോ ഒന്നും ചിന്തിക്കൂല. അത് പോയി കുറെ പേർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇടുക, പിന്നെ കാടടച്ച് വെടിയിക്കാന്നുള്ള രീതിയിൽ അങ്ങ് പറയും. എന്നിട്ട് പിന്നെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് വേറെ ന്യൂസായി, വേറെ ഇതായി, ആ രീതിയിൽ. ഇപ്പൊ അങ്ങനെ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഇത് യൂട്യൂബിൽ തന്നെ എടുത്ത് കളയും, അല്ലേ? യൂട്യൂബ് അത് പ്രൊമോട്ട് ചെയ്യൂല. നമ്മളിപ്പം വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കയോ മാസത്തിൽ ഒരിക്കയോ ആണ് വീഡിയോ വരുന്നെങ്കിൽ നമ്മൾ അണയും. കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബ് പുഷ് ചെയ്യാതിരുന്ന് ഇപ്പം ഉല്ലാസ് അണഞ്ഞ പോലെ അണയും. അതിന്റെ ഇടയിൽ എനിക്കിട്ട് എന്തിനാണ് ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ ഇത്രയും കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട്. കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു സമയം, ആ ഒരു ടൈം സോൺ കഴിഞ്ഞ പിന്നെ നീ ആ ഒരു ഇതങ്ങ് വിട്ട് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്ക് അതിന്റെ അടുത്തുള്ള അതങ്ങ് പോയി. പിന്നെ എന്റെ അടിച്ചങ്ങ് വിടുക. അല്ല, അത് മുന്നേ നീ നിർത്തി. ഇല്ല, ഷോർട്സ് വന്ന സമയത്താണ് ഞാൻ ഒന്ന് ഒതുങ്ങിയത്. കാര്യം ഷോർട്ട് കണ്ടന്റുകളാണ് കൂടുതൽ പിന്നീട് യൂട്യൂബ് പുഷ് ചെയ്ത് തുടങ്ങിയത്. ലോങ് ഫോം ആ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് നനഞ്ഞു തുടങ്ങിയതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ആദ്യം ഒരു ഫോട്ടോ പറഞ്ഞിട്ട് പിന്നീട് അത് ഈ റീൽസിൽ ഇപ്പൊ ഫുള്ള് റീലായി. അപ്പൊ അതിലും ഇതുണ്ട്, പ്രശ്നമുണ്ട്. ഫോട്ടോസ് ഇപ്പം അധികം ആരും ഇടുന്നില്ല, എല്ലാം റീലാണ് ഇടുന്നത്. അങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇടുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്റെ പരിപാടികൾ ചെയ്യണുണ്ട്. അതിന് പ്രത്യേക വെബ്സൈറ്റ് ഇല്ല, ഒന്നുമില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് തോന്നുമ്പോ ഇടും, അത്രേ ഉള്ളൂ. നിനക്കൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അത് ചെയ്തു, അപ്പൊ ആൾക്കാര് ഉല്ലാസ് ചെയ്യണ സാധനം ഔട്ട് ഓഫ് പാഷൻ മാത്രം അങ്ങനെ ചെയ്താല് മോണിറ്ററി ബെനിഫിറ്റ്. ഇപ്പൊ ഫോട്ടോഗ്രാഫറിന് മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് യൂട്യൂബ് മാത്രമായിട്ട് ഫോട്ടോയിൽ എല്ലാം കാണിച്ചെന്നും പറഞ്ഞ് നമുക്ക് വ്യൂ കൂടുതൽ കിട്ടൂല. കാരണം നീഷല്ലേ ഓഡിയൻസ്. അപ്പോഴങ്ങനെ അല്ലെങ്കിൽ ഇവൻ വേറെ രീതിയിൽ നല്ല ക്രിയേറ്റിവിറ്റി കൊണ്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലേ? എല്ലാം മറ്റേ നൂലാമാല നടക്കുന്ന പ്രശ്നത്തിലും പോയി ഫോട്ടോ എടുക്കണം. ഇവന്റെ ലൈഫും കൂടെ കാണിക്കണം, അല്ലെങ്കിൽ ഇവന്റെ ഒരു ഡോക്യുമെന്റ് ചെയ്യണം. ഒരു ഫോട്ടോ, ഇവ ഒരു ഫോട്ടോഗ്രാഫറാണ്, അങ്ങനെ ഒരു വീഡിയോ ഇടണം. എങ്കിലും പിന്നെ ഇതാണ് എക്സ്ട്രാ എഫേർട്ട് ഇടണം. ഫോട്ടോയ്ക്കുള്ള എഫേർട്ട് അല്ല, കൂടുതലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന്റെ സ്റ്റോറിക്കുള്ള എഫേർട്ട് ഇടണം. അതെനിക്ക് തോന്നുന്ന കുറെ പേര് ഇപ്പൊ അങ്ങനെ ചെയ്യണുണ്ട്. ഈ എടാ ഷസാമിന്റെ ചേട്ടൻ സനു ബ്രോ നമ്മൾ അന്ന് വെച്ച് കണ്ടായിരുന്നു. പുള്ളി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. പുള്ളിയും വ്ളോഗിംഗ് ആണ് ചെയ്തപ്പോഴേ പുള്ളിയുടെ ലൈഫും പുള്ളി ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ് ചെയ്തത്. അങ്ങനെ ഒരു പാഷനോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ അതിലോട്ടേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫോട്ടോ ട്യൂട്ടോറിയൽ മാത്രം ഇട്ടോണ്ടിരുന്ന, അല്ലെങ്കിൽ നീ ട്യൂട്ടോറിയൽ ഇങ്ങനെ ഇട്ടിട്ട് അത് പൈസ ഉണ്ടാക്കണമെങ്കിൽ നീ കോഴ്സ് സെല്ല് ചെയ്യേ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ല, ഒരു പുള്ളിയുണ്ട്, ഒരു ഇന്ത്യക്കാരുണ്ടല്ലോ, മറ്റേ ഫോട്ടോഷോപ്പിന്റെ ഫോട്ടോഷോപ്പിന്റെ ഇങ്ങനെ അതേപോലെ ഇട്ടോണ്ടിരിക്കണോ ആ സമയം തൊട്ട്. എന്നാ ഇപ്പൊ ഒരു ഇതില് ചിലപ്പം അല്ല, പുള്ളിക്കാരന്റെ വ്യൂസ് ഇപ്പം അത്യാവശ്യം ഡിക്ലൈൻ ആയി നിൽക്കുകയാണ്. ആ സെയിം ഒരു ഇത് തന്നെയാണ് പുള്ളിക്കാരൻ ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉണ്ട്, ഷോർട്സിലൊക്കെ വ്യൂസ് ഉണ്ട്, അല്ലാതെ ലോങ് വീഡിയോസ് കുറച്ച്
പക്ഷെ ഇതിപ്പം ഈ ഒരു നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിനേക്കാൾ നമ്മൾ എന്താണ് എന്നുള്ളത് കാണിച്ചാലേ നമ്മളെ ലൈഫും കൂടെ അതിൽ കാണിച്ചാലേ പറ്റുള്ളൂ. സെല് ചെയ്യുള്ളൂ. അതാ ചിലർക്ക് കാണിക്കണമെന്ന് താല്പര്യം കാണൂല. നമുക്ക് വീഡിയോ ആയിട്ട് മാത്രം അത് മാത്രം ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ മതിയെന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് അറിയേണ്ടത് ഈ ഓഡിയൻസ് ഇപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്ക്രൂട്ടനൈസിങ് കൂടെ ചെയ്യില്ലേ. അപ്പം ആൾക്കാര് റിയൽ ലൈഫ് വേറൊരു ഇതും കാണിക്കും, മറ്റേ റീലില് വേറൊരു ഫേക്ക് ലൈഫും കാണിക്കും. അത് അതിനെക്കാട്ടി എക്സ്ട്രാ തലവേദന. ഇങ്ങനെ തലവേദനകളുടെ ഘോഷയാത്രയായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ നല്ല ഇപ്പം ലൈഫ് നമ്മൾ കാണിക്കുകയാണ്. ലൈഫ് കാണിച്ചിട്ട് അവരെന്തെങ്കിലും ഓഡിയൻസ് എന്തെങ്കിലും പറയുമ്പോഴേ വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ ആൾക്കാർക്ക്. അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പം അവർക്കും എന്തെങ്കിലും കമന്റ് പറയാനുള്ള ഇതുണ്ട്. ആ ഒരു നമ്മൾ ഓഡിയൻസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു യൂട്യൂബിനെ സംബന്ധിച്ച് നമ്മൾ സബ്സ്ക്രൈബർ എന്നല്ലേ പറയണ. അപ്പോഴേ അവർക്കും ഒരു ആഗ്രഹം കാണും, അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക അല്ലേ. അല്ല, അവർക്ക് പറയേണ്ട ഒരു ഇത് അല്ല, അവർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, സത്യമായ ഭാഷ. അല്ല, പക്ഷെ പണ്ട് ഈ പ്രതാപോത്തനെ ഫേസ്ബുക്കില് സ്റ്റാറ്റസ് സ്റ്റോറി ഇടും. അത് നല്ല രസമാണ്. അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ കമന്റ് ഇടുമ്പോ ഇയാള് മോൻ തന്തയ്ക്കും അമ്മയ്ക്കും ഒക്കെ വിളിയാ. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ട് ആൾക്കാർ കമന്റ് ഇടാറുണ്ട്. അങ്ങനെ ഇതുണ്ടെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് അവർക്ക് കമന്റും ചെയ്യാം, റിപ്ലൈയും ചെയ്യാം. ഇങ്ങനെ ഇതല്ലേ നിങ്ങളെ കാര്യം നോക്കിക്കൂടെ, അത് അവരെ ഇഷ്ടം. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ലൈഫെല്ലാം കാണിക്കാൻ പെർഫെക്റ്റ് ആവും എന്ന് വിചാരിക്കരുത്. ഇപ്പൊ നമ്മള് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അത് സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള ഇത് ചാൻസസും ഉണ്ട്. ചേട്ടൻ ഉദ്ദേശം അതല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഉല്ലാസിന്റെ വേറൊരു വിഷയത്തിൽ, ഉല്ലാസിന് ഇപ്പം സൈബർ ആക്രമണങ്ങൾ കൂടുതലാണെന്നുള്ളത്. ഉല്ലാസിന് ടൈഗർ ആക്രമണം കൂടുതൽ. അല്ല, അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനെ അത്ര ഇരുന്ന് നോക്കാത്തോണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തമാണ്. എല്ലാം നോക്കും, നമ്മള് പറയണവരെ കാത്തിരിക്കും. ഇവര് ഇങ്ങനെ പറയും, എടാ നിന്നെ പറ്റി ഇങ്ങനെ ഒരു കമന്റ്. അപ്പോഴാണ് ഞാൻ കയറി നോക്കണം. ഉന്നോ അപ്പൊ കയറി നോക്കുമ്പോ നല്ല ചീത്ത വിളി. ഞാൻ ഇതെന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? അല്ല, അത് എന്റെ വായിന്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു എന്തിനാണ് 100% 100% ഞാൻ യോജിക്കും. അല്ല, ഞാൻ ഇതായിട്ട് പറയുന്നതായിരിക്കും, അതപ്പോഴ് കേക്കുമ്പോ. അതെ. അല്ല, നീ ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയില് ഇപ്പം എന്റെ ഒരു നാച്ചുറൽ സ്ലാങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇതുപോലെ സ്ക്രൂട്ടനൈസ് ആയി പോകുന്നു. അത് ഈ വീഡിയോ ഇടുന്നോണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഈ റിയൽ ലൈഫ് സാധനങ്ങള് ഇടാൻ ശ്രമിക്കുന്നോണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പണ്ട് ഉല്ലാസിന് പാവം മറ്റേത് മറിച്ചതെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അത് അവൻ കാണിക്കൂലായിരുന്നു. കാര്യം മറ്റേ ഇവന്റെ എനിക്ക് തോന്നുന്നു അവന്റെ അനിയത്തി അവന്റെ ചേട്ടനോ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അതായിരുന്നു അവൻ വീഡിയോയിൽ പ്രസന്റ് ചെയ്തോണ്ടിരുന്നത്. അവൻ ആ ഒരു ഭാഷ ഒന്നും കിട്ടൂല. ഞാനൊരു ഭാഷയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. പക്ഷെ ഇത് നിങ്ങളുടെ സേവന ഇനി വേണ്ട. അതൊക്കെ നിങ്ങളെ കൂടെ കൂടി അങ്ങനെ ആയതാണ്. നിങ്ങളുടെ ആ എന്തിനാണ് സുപ്പീരിയർ മനോഭാവം വന്നതാണ്. അപ്പൊ അങ്ങനെ എഴുതിയെടുത്ത് അതവൻ പ്രസന്റ് ചെയ്യുമ്പോ അത് കുഴപ്പമില്ലായിരുന്നു. ആൾക്കാരെ കാണുമ്പോഴും വളരെ സൗമ്യനായ ഒരു യുവാവ് വന്നിരുന്നു. പിന്നെ നമ്മളെ പോഡ്കാസ്റ്റിലൊക്കെ ഇത് ചെയ്യുന്നപ്പോ പാവം ഉല്ലാസ്, അവനെ നോക്കിക്കോണേ. പോഡ്കാസ്റ്റ് സംസാരിക്കൂല, ബിഹൈൻഡ് ദ ക്യാമറയിൽ എല്ലാവർക്കും. ഇപ്പം ഓഡിയൻസിന് മാത്രമല്ല, ആ ടൈമിൽ എല്ലാവർക്കും, വീട്ടുകാർക്കും എല്ലാവർക്കും. ഉല്ലാസിന്റെ ഇപ്പൊ മാറിയില്ല, ഇപ്പോഴും ഉണ്ടടാ. ഇപ്പൊ അവര് കൂടുതലായിട്ട് ഇതൊന്നും കാണുന്നില്ല, മാറിയില്ല. ഇന്നലെ തന്നെ ഉല്ലാസിനെ സിനിമയ്ക്ക് ഞാൻ രാത്രി സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ പറഞ്ഞ ഒറ്റയ്ക്ക് പോയതാണ്. അപ്പോഴ് അമ്മ ചോദിച്ചു, ഈ ചെറുക്കനെ നീ എന്തിനാണ് രാത്രി ഒറ്റയ്ക്ക് ബൈക്ക് ഓട്ടിച്ചു വിട്ടത്? നീ എന്തൊരു അങ്ങനെ ഒരുമാതിരി തോന്നി. ഒരു കൊച്ചു ചെറുക്കനാണ്. അവന്റെ പ്രായത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഈ 28 വയസ്സാണെങ്കിൽ ആൾക്കാർക്ക് കണ്ടാൽ തോന്നൂല ഇവന് പ്രായം കുറവാണെന്ന് വിചാരിക്കും. മുഖത്തിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ആ ഒരു ഇങ്ങനെയുള്ള കിഡിഷ് ഫേസ് ഉള്ളവന്മാരായിരിക്കും ദൈവമേ
അപ്പൊ നമ്മള് പിന്നെ പറഞ്ഞു കുറെയൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, തെറ്റിദ്ധരണകളുണ്ട് അല്ലേ ഉല്ലാസിന്റെ. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കംഫർട്ട് സോണിനകത്തായി യവനെ ക്രൂസിഫൈ ചെയ്യുന്നത് നിങ്ങൾ റോങ് റീസൺസിനാണ്, അല്ലാതെ റൈറ്റ് റീസൺസിനല്ല. അല്ല, ഇവരുടെ അടുത്ത് ഞാനൊരു കംഫർട്ട് സോണിനകത്തായി പോയി. അപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നാച്ചുറലി എന്തെങ്കിലും ഇവരെ കളിയാക്കി അല്ലെങ്കിൽ ഇവരെ ഒരു പറയും. ഈ പീഡനമാണ് നമ്മൾ ഡെയിലി സഹിക്കുന്നത്. അപ്പൊ അത് ഈ വീഡിയോയിൽ കാണുമ്പോ കുറെ പേർക്ക് ഇവ എന്തിങ്ങനെ പറയുന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് ഞാൻ നാച്ചുറലി തോന്നും. അതുകൊണ്ട് മാക്സിമം ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ഞാൻ പറഞ്ഞ കണക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. അതെ, എനിക്ക് വയ്യ. അല്ല, അതാണ് ഇതിന്റെ യൂട്യൂബിന്റെ കുഴപ്പം. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ. അത് നമ്മൾ കോൺഷ്യസ് ആയി പോകും. ഇപ്പം പണ്ട് എന്നെ ഗസ്റ്റ് വരുമ്പോഴ് ഞാൻ സംസാരിക്കൂല എന്നുള്ള ഒരു സത്യമായിട്ട് ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഷ്യസ് ആവും. അപ്പോഴും സംസാരിച്ചോലെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതാവുമല്ലോ, പള്ളുവിളി കിട്ടുമല്ലോ. എന്താ ചേട്ടന്റെ പേര്? ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞാണ്. എന്നിട്ട് എന്താ ചേട്ടന്റെ പേര്? അതാണ് ഇപ്പൊ നമ്മള് കുറച്ച് ഈ പറയുന്ന കണക്ക് ഇതിനനുസരിച്ചിട്ട് നമ്മളും കുറച്ചൊന്ന് മാറേണ്ടി വരും. കണ്ടന്റ് ഇങ്ങനെ ചെയ്യുമ്പോ യൂട്യൂബിലൊക്കെ ഇടുമ്പോഴും അത് മാറേണ്ടി വരും. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഫെയിം അല്ലേ? ആണ്. പക്ഷെ നമ്മൾ ട്രെൻഡ് സെറ്റേഴ്സ് ആവണ്ടേ? ഈ ട്രെൻഡിനനുസരിച്ച് പോണോ? നമ്മളെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പള്ള് അല്ല ആ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫെയിം, പിന്നെ പൈസ. അത് ഉള്ളതുകൊണ്ടാണ് ഈ പള്ളുവിളിയൊക്കെ നമ്മൾ എടുക്കണം, അല്ലേ? അതെ അതെ, രണ്ടാമത് പറഞ്ഞത് അത്ര ഇല്ലെങ്കിലും പള്ളുവിളി എടുക്കണം. അത് സത്യം. അത് ഇതിൽ മൂന്നാമത് പറഞ്ഞെടുക്കുന്നുണ്ട് എന്തായാലും. അത് സത്യം. അത് എനിക്ക് മറ്റേ ഓടിയ റീലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇങ്ങനെ മറ്റേ എന്റെ കൂട്ടുകാരനൊക്കെ ചോദിച്ചു, നീ ഫേമസ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ എനിക്ക് വിഷമം അതാണ്. പൈസയേ ഇല്ല, നാണക്കേടെന്നാ പൈസയില്ല. ഓ, അത് നമുക്ക് വലിയ പ്രശ്നം വരൂല. ഈ കുറച്ചും കൂടെ ഇപ്പൊ വലിയ ഒരു നടനോ നടിയോ അങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന ഒരാൾ പെട്ടെന്ന് ഒരു ഫീൽഡ് ഔട്ട് ആയി പോവുകയാണ്. സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയ നല്ല രീതിയിൽ റെമ്യൂണറേഷൻ കുറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റൂല. ഫേമസ് ആണ് അവര്, ബസ്സിൽ യാത്ര ചെയ്ത ഉടനെ റീലിടും, ഇത് വരും, ഓട്ടോയിലും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നല്ല ഫേമസ് ആണെങ്കിൽ, പൈസയില്ല, ഫേമസ് ആണെങ്കിൽ ഇത് നമ്മളെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റുള്ളൂ, അല്ലേ? അപ്പോഴവർക്ക് അതിനനുസരിച്ചുള്ള ചെലവുണ്ട്. അല്ല, വേണമെങ്കിൽ മറ്റേ ക്യാപ്ഷൻ മാറ്റി മതി, സിംപ്ലിസിറ്റി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മാറും. അതുകൊണ്ട് കേട്ടോ, ക്യാപ്ഷനിലാണ് കളി. അപ്പൊ നമ്മള് സെലിബ്രിറ്റീസിന്റെ സോഷ്യൽ മീഡിയ പ്രസൻസിനെ പറ്റി പറയുമ്പോ ഇപ്പോഴത്തെ നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ്. പുള്ളി മാധവ് സുരേഷ് ഒരുപാട് ട്രോളുകൾക്ക് വിധേയമാകുന്നുണ്ട്. അതെ അതെ അതെ, സോഷ്യൽ മീഡിയയിൽ എടുത്തു പൊരിക്കുന്നു. പക്ഷെ പുള്ളി അതിനനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു രസം. അത് ഒരുപാട്. പക്ഷെ പുള്ളി ഒരു അത്ര നല്ല ഒരു എന്താ യങ് ആയിട്ടുള്ള പയ്യനല്ലേ, പുള്ളി കാണിക്കണ ഒരു കുസൃതികളായിട്ട് കൂട്ടിയാ പോരെ. ഞങ്ങൾ ഗുണ്ടകളല്ലല്ലോ. ഗുണ്ടകളല്ല. കാരണം എത്ര വയസ്സായി? 22 വയസ്സ്. അത്ര വരുമോ? പിന്നെ പുള്ളിക്ക് അങ്ങനെ നമ്മളിപ്പോ ഒരു സ്റ്റാർ ആയിട്ടുള്ള ഒരു ആളിന്റെ കിഡ് എന്ന് പറയുമ്പോഴ് നെപ്പോ കിഡ്, അപ്പോഴേ അവർക്കൊന്നും അങ്ങനെ ഒരു അനുഭവം അല്ലേ, അത്ര ഭയങ്കര ഒരു അനുഭവങ്ങൾ പോരൂടാ. അനുഭവങ്ങൾ വരാൻ സാധ്യത ഇല്ല. എന്ത് അനുഭവമാണ്? ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞ ഇപ്പം എനിക്ക് അറിഞ്ഞൂട. അല്ല, പക്ഷെ അവര് ഇപ്പം ഇന്റർവ്യൂവിൽ നിന്നാണ് കൂടുതൽ. സിനിമ ഈ ഡയലോഗ് ഡെലിവറിയുടെ സാധനത്തിൽ പോയി. പിന്നെ അല്ലാണ്ട് ഈ ഇന്റർവ്യൂലാണല്ലോ ഇപ്പം പുള്ളിയുടെ സംഭവത്തിൽ പ്രശ്നങ്ങള്. ഐ മീൻ ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എപ്പോഴും റോസ്റ്റിംഗ് കിട്ടുന്നത്. റൊണാൾഡോ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, ഐ വാണ്ട് ടു സീ യു ഇൻ 2026. പിന്നെ മലയാളികൾക്ക് പൊതുവേ ഇഷ്ടമില്ലാത്തൊരു ആക്സെന്റ് ആണ് ഇംഗ്ലീഷ് ആക്സെന്റിൽ സംസാരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ ഒരു പൃഥ്വിരാജിന്റെ ഒരു
ആറ്റിറ്റ്യൂഡിലല്ലേ സംസാരിക്കുന്നത്. അപ്പം അല്ല പൃഥ്വിരാജിന് ആ ഒരു സമയത്ത് ആറ്റിറ്റ്യൂഡിന്റെ പേരിൽ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുള്ള. അപ്പം ആ ഒരു ഇതേ ഉള്ളൂ. അത് നാച്ചുറൽ പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഇപ്പം സംഭവം ട്രോള് ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പൊ നമുക്ക് തോന്നിയാൽ ആ സംസാരവും ഒരു സിനിമയുടെ സീനൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ ഗുണ്ടകളല്ല എന്ന് പറയുന്നത് കാണുമ്പോഴ് പുള്ളി ഒരു പയ്യനായിട്ടുള്ള ഒരു ചെറിയ ഒരു അപ്കമിങ് ആക്ടറാണ്. അപ്പോഴേ അപ്കമിങ് ആക്ടർ ആയിട്ടുള്ള ഒരാള് ഇങ്ങനെ നമ്മൾ പറയുമ്പോ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇതും കൂടെ, സുരേഷ് ഗോപിയുടെ മോനാണ് ഞാൻ. അപ്പോഴും പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അത് അറിഞ്ഞോ അറിയാതെയോ പുള്ളിയുടെ ഉള്ളിലുള്ള പോലെ തോന്നുന്നു. അപ്പോഴേ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോഴും പുള്ളി ഇങ്ങനെ അതൊരു നാടകീയത്വമുള്ള ഒരു ഡയലോഗ് ഡെലിവറിയാണ്. പുള്ളി ഇപ്പൊ സുരേഷ് ഗോപി സാധാരണ സംസാരിക്കുമ്പോഴും പുള്ളിയുടെ ഒരു ഡ്രാമ ഉണ്ട്, ഡയലോഗ് ഡെലിവറിയിലും ഒരു ഡ്രാമ ഉണ്ട്. അപ്പോഴേ അതേപോലെ തന്നെ ഇതും ഒരു സുരേഷ് ഗോപിയുടെ മോൻ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള പോലെ തോന്നുന്നു ആ ഡയലോഗ് ഡെലിവറി. അതിൻ്റെതാണ് ഈ മെയിൻ ആയിട്ട് ഈ ട്രോള് വരുന്നത്. ഒരു സ്റ്റാറിന്റെ മകനാണ് ഇങ്ങനെ വന്ന് നിന്ന് അഴുകുന്നത്. അപ്പം അല്ല പിന്നെ പുള്ളി മറ്റേ എന്താ എന്റെ അച്ഛനെ നിങ്ങളാണ് സ്റ്റാർ ആക്കിയത്, അപ്പൊ എന്നെ സ്റ്റാർ ആക്കണമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നൊരു സാധനം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് മറ്റേ നമ്മൾ ഗുണ്ടകളല്ല ആ സാധനം ഡയലോഗാണ് കേൾക്കണം. അതിന്റെ ഒരു നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം, ഒരു ആധികാരികമായിട്ട് ഇന്റർവ്യൂവിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നു. അപ്പോഴ് സാധാരണ ഇപ്പോ ഇത് സംഭവം എന്ന് വെച്ചാൽ നല്ലൊരു PR ഏജൻസിയോ നല്ലൊരു PR ആയിട്ടുള്ള ആൾക്കാരോ ബാക്ക് ചെയ്ത് നല്ലൊരു ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മാറരുത്. ട്രോള് കിട്ടും, പള്ളു കിട്ടുന്ന പുള്ളിക്ക് പള്ളു കിട്ടണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും പുള്ളി ഒരു ഇത്ര ഏജാണ്, ആ ചെറിയ ഏജാണ്. അപ്പൊ പുള്ളിയുടേത് രീതിയിൽ പുള്ളി വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ശരി, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മളും ഈ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് മറ്റേ വണ്ടിയൊക്കെ കറക്കി വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റാർ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ കോമഡി പീസാണ്. പക്ഷെ അതേപോലെ ആ ഒരു ഇത് ഇങ്ങനെ കാണിക്കാന്നേ ഞാൻ പറയും. കാര്യം അത് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണെങ്കിൽ പോലും അത് ഫ്രീ ആയിട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. പക്ഷെ സിനിമയിൽ ഒന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ ഇപ്പൊ എല്ലാരും ഇങ്ങനെ PR ട്രെയിൻഡ് പോലെ പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എല്ലാരും ഒരേ സാധനം തന്നെ പറയണല്ലേ. മറ്റൊരു ഇത് തന്നെ പറയും, മറ്റൊരു ഇത് അല്ലടാ. ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ, ചിലതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം പുള്ളി വന്ന് ഇന്റർവ്യൂവില് പുള്ളിയുടെ അച്ഛനെതിരെ വന്ന കുറെ വിമർശനങ്ങളും അതൊക്കെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മറ്റേ ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കാനുള്ള അത് ഈ അവര് ട്രാപ്പിൽ വീണ് അത് ഒന്ന് ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ട്രെയിൻ ഞാൻ ഇവിടെ പറഞ്ഞു, നിങ്ങൾ ട്രെയിൻ ചെയ്ത് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുബോധം ഉണ്ടല്ലോ. ഈ ബ്രാഹ്മണൻ പുള്ളി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത് എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ക്രിസ്ത്യൻ ആവണമെന്നാണ് ആഗ്രഹം, അത് എന്റെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു, കേട്ടില്ലേ? അത് എന്റെ ഇഷ്ടമാണ്. എന്റെ അച്ഛനും ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനെന്താ തെറ്റ്? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമില്ലേ? അങ്ങനെ ഒരു ഡയലോഗും അങ്ങനത്തെ കുറെ കാര്യങ്ങളും എല്ലാം ശരിയാണെന്നുള്ള ഒരു ലോജിക്കൽ തിങ് ഓരോരുത്തർക്കും ഒരേ. ഇപ്പം ഗോകുൽ സുരേഷിന് ആ ഒരു കുഴപ്പമില്ലല്ലോ. പുള്ളി അങ്ങനെ ഗോകുൽ സുരേഷ് അങ്ങനെ ഇന്റർവ്യൂ കൊടുത്തിട്ടുമില്ല, അങ്ങനെ അങ്ങ് കൊടുത്തിട്ടുമില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു അവയർനെസ് കിട്ടിയാൽ മതി. ഇതാണ് സംഭവം, ഇവര് ഈ ചോദിക്കുന്നത് നിന്നെ പെടുത്താനാണ് അല്ലെങ്കിൽ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയ. പിന്നെ ഈ ബ്രാഹ്മണനാണെന്നുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണവർക്ക് എല്ലാവർക്കും ഒരു അരോചകമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സവർണതും അങ്ങനെ ഒരു സാധനമാണ്. അത് വേറൊരു തലമാണ്, അല്ലാതെ നമ്മളെ ഇഷ്ടവും അതല്ല, അതിനൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോഴേ പിന്നെ പുള്ളിയുടെ അച്ഛൻ ആ ഒരു രാഷ്ട്രീയം കൂടെയാണ്. അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ നിൽക്കുന്നതും. പിന്നെ പുള്ളിയുടെ ചില സമയത്തുള്ള ഇതൊക്കെ കാണുമ്പോൾ മറ്റേ കാല് തൊട്ട് വന്ദിക്കുക ആ സംഭവം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സവർണ ഇത് തോന്നും. അപ്പോഴാ ഒരു ഇതും ഉണ്ട്. അപ്പോഴെല്ലാം ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴ് നമുക്ക് മലയാളികൾ അത്ര പെട്ടെന്ന് ബ്ലൈൻഡ് ആയിട്ട് ഇത് അങ്ങനെ ചെയ്യൂല. എല്ലാം ഒരു
ഒരു എന്തോ കുറച്ച് ഐക്യമൊക്കെ ഉള്ളതുകൊണ്ട് എത്ര സ്റ്റാറിന്റെ മോനായാലും ഇപ്പം മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ മോൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിഞ്ഞാലും അവർക്ക് ഫാൻസ് അവരോട് ഇഷ്ടമുണ്ടെങ്കിലും ഇതെന്തെന്ന് പക്ഷെ ഞാൻ പറയണത് ഈ ഒരു ഇപ്പൊ ഒരു 21-22 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഏജിന്റെ ഇതില് ഇത്ര സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ വിടുക, ഇവരെ ഫ്രീ ആയിട്ട് വിടുക, അപ്പം നല്ല രസമാണ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കേണ്ടത് അല്ലേ, ഇങ്ങനെയൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യമേ PR ഇത് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതിലോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ബോളിവുഡ് കട്ട എക്സാമ്പിളാണ്. നെപ്പോ കിഡ്സ് മാത്രമേ ഉള്ളൂ, നെപ്പോ കിഡ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പൊ അവരെല്ലാരും ഈ PR ട്രെയിൻഡ്, എല്ലാരും ഇന്റർവ്യൂനൊന്നും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ലുക്കും ഒരേപോലെയാണ് എല്ലാവരുടെയും. നടിമാരുടെ ലുക്ക് ഏതാണ്ട് ഒരേപോലെയൊക്കെയാണ്, ഏതാണ്ട് സെയിം സാധനങ്ങൾ. കുടുംബത്തിന്റെ ഒരു പല കുടുംബങ്ങളുണ്ടല്ലോ, കപൂർ കുടുംബം, അങ്ങനെ കുറെ കുടുംബങ്ങള് ആ ഒരു സാധനത്തിലേക്ക് മാറിയല്ലേ ഹിന്ദിയില്. ബോളിവുഡ് അത് തന്നെ. ഇപ്പം അവരുടെ സിനിമകൾ മാത്രമേ ഇങ്ങനെ, ഇപ്പം ഓൾ ഇന്ത്യ റിലീസ് ഒക്കെ അവര് മാത്രമല്ലേ ഉള്ളൂ. ആകെ അക്ഷയ് കുമാർ മാത്രം ഉണ്ടായിരിക്കും, വേറെ അക്ഷയ് കുമാർ, ഷാറൂഖ് ഖാൻ അവര് മാത്രമേ ഉണ്ടായിരിക്കും, പഴയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ വരുന്ന നടന്മാരിങ്ങനെ സെൽഫ് മെയ്ഡ് ആയിട്ട് വരുന്നവര് ചുരുക്കം കുറവാണ്. ഇപ്പം രാജ്കുമാർ റാവു അങ്ങനെ ഒരു അല്ലേ, അങ്ങനെ കുറച്ച് പേര് മെയിൻ സ്ട്രീമിലോട്ടും ഭയങ്കര വലിയ നടൻ അങ്ങനത്തെ ഈ നവാസുദ്ദീൻ സിദ്ദിഖി, മനോജ് ബാജ്പേയി, അവർക്കൊക്കെ നല്ല ഹാർഡ് വർക്ക് എടുത്താൽ മാത്രമേ വരാൻ പറ്റൂ. അതെ. മലയാള സിനിമ പോലെയൊന്നും ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ സിജു സണ്ണി, ബേസില് ആസിഫ് അലി, നിവിൻ പോളി, ജോമോൻ, ഇവരൊക്കെ ആണെങ്കിൽ ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒന്നും അവിടെ കിട്ടൂല. ഇവിടെ അങ്ങനെ നെപ്പോട്ടിസത്തിന്റെ മൊത്തത്തിലൊരു കുത്തകയണെന്ന ഒരു ലോബി അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. ഇവിടെ ഗ്രൂപ്പ് ഉണ്ട്, ഓരോരോ റീജിയണൽ ഗ്രൂപ്പ്സ്. നമ്മൾ അതില് ചെന്ന് പേടുക, അതില് കിട്ടുക. അതില് മിനി ശ്രീനിവാസൻ ഗ്രൂപ്പും എന്നുവെച്ചാൽ അവര് ഗ്രൂപ്പ് കളി എന്നല്ല പറഞ്ഞത്, ആ ഒരു ടീമിൽ കയറുക. പിന്നെ ഇപ്പം OSB ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. പിന്നെ മോഹൻലാലിനാണെങ്കിൽ ട്രിവാൻഡ്രം അന്ന് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ മമ്മൂട്ടി ആണെങ്കിൽ മട്ടാഞ്ചേരി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആഷിഖ് അബു, അമൽ നീരദ്, അങ്ങനെയൊക്കെ ആ ഒരു ടീമുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടാണ് എന്ന് വെച്ചാ. അല്ല, അത് എനിക്ക് തോന്നണ ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ്. അപ്പൊ അതില് കംഫർട്ടബിൾ ആയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ. അതിലൊരു തെറ്റോ അങ്ങനെ ഒരു സാധനവും ഇല്ല. ഇപ്പൊ ദിലീഷ് പോത്തനാണെങ്കിലും ഭാവന സ്റ്റുഡിയോസ് ആ ഒരു ഫാസിലിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫീൽഡ് ഔട്ട് ആവുമ്പോഴും നല്ല രീതിയിൽ താഴോട്ട് പോകുമ്പോഴും നമ്മൾ കുറച്ചുപേര് ഒരു ഗ്രൂപ്പായിട്ട് കഴിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ക്രാഫ്റ്റ് അറിയാന്നുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പൊക്കിക്കൊണ്ടുവരും, ശ്രമിക്കും അവര്. ഇവ ഇത്രയും ഒരു കഷ്ടപ്പെടുകയാണല്ലോ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ ഇത്രയും ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതിൽ സർവൈവ് ചെയ്ത് ഇങ്ങനെ പോവാൻ അവർക്കൊരു സപ്പോർട്ട് കിട്ടും, ആ ഒരു സാധനം കിട്ടും. പക്ഷെ ഈ നെപ്പോ കിഡ്സിന് മാത്രം അങ്ങനെ ഒരു നെപ്പോ കിഡ്സിന്റെ ഒരു സംഭവം, നെപ്പോ കിഡ്സിന് ഒരു തുടക്കം എളുപ്പം കിട്ടും, അതില്ലാന്നല്ല. ഏറ്റവും ഈസിയസ്റ്റ് വേ നെപ്പോ കിഡ്സ് തന്നെയാണ് സിനിമയിൽ വരെ. പക്ഷെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ സ്വന്തമായിട്ടൊരു കഴിവ് വേണം, അല്ലെ അതിനനുസരിച്ചൊരു കാശും വേണം. അല്ല, കാശിന്റെ മാത്രമല്ല, നമുക്ക് ആൾക്കാർക്ക് ആ സിനിമ കാണുമ്പോ പുള്ളിയുടെ അടുത്തൊരു ഇഷ്ടവും കൂടെ വേണം. അതിലാണ് ഇരിക്കുന്നത്. അഭിനയിക്കാനും അറിയണ്ടേ, അഭിനയം മാത്രമല്ല ഡയറക്ഷൻ ആയാലും അതൊക്കെ അറിയണ്ടേ. അതറിയണം. ഞാൻ പറഞ്ഞ ഒരു ചിലപ്പോഴൊക്കെ ഒരു ആവറേജ് അഭിനയം ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ക്ലിക്ക് ആക്കൂലേ, നല്ല കഥയാണെങ്കിലും നല്ല സംവിധായകനാണെങ്കിൽ ഒരു അത്ര അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന അവർക്ക് ഒരു ബോണസും കൂടെ. ഞാൻ പറയാം, ഈ തട്ടത്തിമറയത്ത് അതിൽ ആ നടിയില്ലേ, ആ പുള്ളിക്കാരി ആക്ച്വലി അത് ഭയങ്കര പാടായിരുന്നു, അഭിനയിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് അങ്ങേര് എടുത്തത്. പക്ഷെ അതിനുശേഷം അവര് ഭയങ്കര ഹിറ്റായി, ആക്ട്രസ് ഭയങ്കര ഹിറ്റായി. അപ്പൊ അത് വിനീത് ശ്രീനിവാസന്റെ കഴിവാണ്. അതെ. പിന്നെ അങ്ങനെ ഒരു ഇപ്പം ഈ മാധവ് സുരേഷ് എടുക്കുന്ന ഒരു കഴിവുള്ള ഒരു സംവിധാനമാണെങ്കിൽ പുള്ളിയെ നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചേനെ. ഇപ്പം ലിജോ പള്ളിശ്ശേരിയുടെ ഇതിലങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പാടായിരിക്കും. ലിജോ ജോസ് ഭയങ്കര കുറച്ച്
കഷ്ടപ്പെടുത്തുന്ന നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ഈ സിനിമാ വാരികയൊക്കെ വായിച്ച ഇങ്ങനെ ആയിരിക്കും സാധനമാണ്, നമുക്കല്ലാണ്ട് അറിയില്ല. അപ്പോഴങ്ങനെ ഒരു ഇത് അതൊരു റിസ്ക് എലമെന്റ് ആണ്. ആദ്യത്തെ സിനിമ ഇപ്പം ദുൽഖറിന്റെ കേസ് സ്റ്റഡി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദുൽഖറിന്റെ കേസ് സ്റ്റഡിയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പുള്ളിയുടെ പുള്ളിയുടെ ഒരു ഇതൊക്കെ ഫുള്ളും മമ്മൂക്കയാണ് കൂടുതൽ അത് ഫുള്ള് കൺട്രോൾ ചെയ്തെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ അത് സംഭവം പുള്ളി ആദ്യം തന്നെ ആദ്യം എനിക്ക് തോന്നുന്നത് പുള്ളി ബിസിനസ് ആദ്യം മമ്മൂട്ടിയുടെ മോനാണെന്നുള്ള ഒരു ഇത് ലേബൽ ഇല്ല. പിന്നെ ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് പ്രണവ് മോഹൻലാലിനെ അറിയാം, കാളിദാസ് ജയറാമിനെ അറിയാം. ഒരു മമ്മൂട്ടിയുടെ മോനുണ്ടെന്നേ അറിയാവൂ. മോൻ എങ്ങനെ ഇരിക്കുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ചില സമയത്ത് എന്തോ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് അല്ലേ, ഏതോ സ്റ്റേജ് പരിപാടിയിലൊക്കെ വന്ന് കണ്ട്. പിന്നെ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി അഭിനയം പഠിക്കാൻ എന്തോ ഒരു വർഷം എന്തോ പോയി, ഏതോ ഒരു കോഴ്സിന് എന്തോ പോയി. ഈ ബോളിവുഡ് അവരെയൊക്കെ വിടുവല്ലോ മക്കളെ, അല്ലല്ല ഈ മുംബൈയിലൊക്കെ അങ്ങനെയൊക്കെ അതേപോലത്തെ ഒരു സ്ഥലത്ത് വിടുവല്ലോ ഈ നെപ്പോ കിഡ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് നെപ്പോ കിഡ്സ് പോണത്, അതങ്ങനെ നെപ്പോ കിഡ്സിന് വേണ്ടി തുറന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോഴേ അങ്ങനെയൊക്കെ ചിലപ്പം ഗ്രൂം ചെയ്ത് അങ്ങനെ ഇത് ചെയ്ത്. അല്ല ദുൽഖർ സൽമാന്റെ ഒരു ആക്ടിങ് കരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പി ആർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത്. ആ ഗ്രോത്ത് അങ്ങനെയാണ് കൺട്രോൾഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫിലിമോഗ്രാഫി ഒരു സ്ട്രക്ചർ ചിലപ്പോൾ പ്ലാൻ ചെയ്തായിരിക്കും. ആദ്യം വന്നത് ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെയാണ് ആദ്യം വന്നത്. വേണമെങ്കിൽ പുള്ളി ഒരു അപ്പോൾ മാർക്കറ്റിലുള്ളതും വലിയ ഇതുള്ളത് അതൊരു റിസ്ക് ആണ്. ഒരു ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിലും ആദ്യം അധികം ഈ നോയ്സ് ഉണ്ടാക്കാതെ ഇറങ്ങി. അപ്പൊ ഡെബ്യൂ പിന്നെ മമ്മൂട്ടിയുടെ ഒരു തണലിലാണ് വരുന്നതെന്നുള്ള ഒരു ഇതില്ലായിരുന്നു. മമ്മൂട്ടി ഒരു വിധത്തിലും ആദ്യമൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പബ്ലിക്കലി കണ്ടിട്ടില്ല. സപ്പോർട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ, എന്തായാലും എന്തൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്ന സാധാരണ സ്റ്റാർ കിട്ട് വരുമ്പോൾ ഈ സ്റ്റാർ വന്നൊരു ഒരു ഗസ്റ്റ് റോള് ചെയ്യുന്ന ഒരു പതിവുണ്ട്. രാം ചരനൊക്കെ മഗധീര ഇറങ്ങിയപ്പോ പുള്ളി ഇത് ചിരഞ്ജീവിയൊക്കെ വന്നൊരു ഡാൻസ് ഒക്കെ കളിക്കും. പിന്നെ പ്രണവ് മോഹൻലാലും ഇതിലുണ്ടായിരുന്നല്ലോ, ആദിയില് ഇതിൽ വന്നിട്ടുണ്ട്, ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മോഹൻലാൽ വന്നിട്ടുണ്ട്. ഏതാ ഒരു സിനിമ ഫസ്റ്റ് മറ്റേ ചാടിപ്പോണ സിനിമ ആദിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴ അങ്ങനെയൊക്കെ സപ്പോർട്ട് ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. അതാണ് ആ ഒരു തല ഉണ്ടായിരുന്നു. പിന്നെ ആ ചിലപ്പം ഫസ്റ്റ് ആ ഒരു പടം പൊട്ടിയാലും ഡെബ്യൂ ഡയറക്ടറിന്റെ തലയിലല്ലേ ഇരിക്കും. അത്രേ ഉള്ളൂ അല്ലേ. പ്ലാൻ ചെയ്യാലോ. എന്നാലും ഒരു മോശമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും പാടല്ലേ, പാടാണ്. അതല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടായത്. പിന്നെ രണ്ടാമത്തെ സിനിമ ഒരു ടോപ്പ് ഡയറക്ടറിന്റെ കൂടെ കിട്ടി, ഉസ്താദ് ഹോട്ടൽ. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിന്റെ അടുത്ത് ഒരു സ്നേഹവും ഇതും തോന്നും. കാരണം അത്രയും ആ സ്ക്രിപ്റ്റും ആ ഒരു നന്മയുണ്ട്. പിന്നെ അതുപോലെ തിലകൻ ഫാക്ടർ ഉണ്ട്. നമുക്ക് മറ്റേ ഉപ്പുപ്പയും ചെറുമോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതിൽ തിലകൻ തന്നെയാണ് അതിന്റെ ഒരു ഇത്. നമ്മളെ ആ സിനിമ കാണാൻ വേണ്ടി അവരെ കോമ്പിനേഷൻ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു തിലകന്റെ ഒരു മാജിക് തന്നെയാണ്. അതിൽ അവസാനം നമുക്കൊരു കരച്ചിൽ പോലെ വരും. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആ ഒരു അവസാനത്തെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ഈ പുള്ളി ഇങ്ങനെ ആ ഒരു സാധനം അവർക്കൊരു കണ്ടുപിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനമൊക്കെ വരുമ്പോ നമുക്കൊരു ദുൽഖറിന്റെ കൂടെ ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ പയ്യ പിന്നെ ABCD അങ്ങനത്തെ പല ഫിലിമോഗ്രാഫി വന്ന് പുള്ളി ഇടയ്ക്ക് അങ്ങനെ ഒരു എനിക്ക് ആ പുള്ളിയുടെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കംഫർട്ട് സോണിന്റെ പുറത്ത് നിന്നിട്ട് ചെയ്തിട്ടുള്ളതായിട്ട്. എനിക്ക് ആ തീവ്രം ചാർലി പക്ഷേ ചാർലി കുറച്ച് ഇതായിരുന്നു. തീവ്രമായിരുന്നു എനിക്ക് അങ്ങനെ കംഫർട്ട് സോണിന്റെ പുറത്ത് നിന്ന് ചെയ്തു എന്നുള്ളത്. ബാക്കിയെല്ലാം ഏതാണ്ട് കുറച്ചൊന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി അങ്ങനെ പോയി ഒരു ഇഷ്ടം വന്ന്. പിന്നെ കമ്പാരിറ്റീവ്ലി ആക്ഷൻ ഹീറോ എന്നുള്ള ഒരു ഇമേജിലല്ലേ ഇറക്കിയത്.
അല്ല 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 അല്ല, അതൊരു ബെനിഫിറ്റ് ആണ്. ഹീറോ 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 എന്നുള്ള ഇമേജിലാണ് എഴുതിയ. സാധാരണ സ്റ്റാർക്കിറ്റിന്റെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അടിയും പിടിയൊക്കെ കാണാറുണ്ട്. അതൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഹിന്ദിയിലോട്ട് ഡബ് ചെയ്യുമ്പോഴും ഇർഫാൻ ഖാന്റെ കൂടെയാണ് വരുന്നത്. അത് വേറൊരു ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഫാൻ ഖാൻ ആ ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഓഡിയൻസ് കാണുമ്പോൾ വേറൊരു അതൊരു ആ ഒരു ഓഡിയൻസും കാണും. പിന്നെ അതുപോലെ ഇർഫാൻ ഖാന്റെ സീരിയസ് ഒരു കുറച്ചുകൂടെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ ഒക്കെ കൂടുതലുള്ള സിനിമകളായിരിക്കും പുള്ളിയുടെ ഇത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലെ പുള്ളിയുടെ സിനിമയും കാണുള്ളൂ. ചിലപ്പോൾ മേ ബി അങ്ങനെ കൂടെ ആയിരിക്കാം അവരുടെ തന്നെ എടുത്തത്. അല്ല, അത് സെലക്ട് എല്ലാം പിന്നെ അങ്ങോട്ടുള്ള കരിയർ ഗ്രോത്ത് ഒക്കെ സെലക്ഷൻ അല്ലേ, നമ്മൾ സെലക്ഷൻ പോലെ ഇരിക്കൂലേ. അപ്പോഴ അതില് കുറെ ബ്രില്യന്റ് ആയിട്ടുള്ള ആ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ പല ഭാഷയിൽ പോയി അവിടെ. പിന്നെ പുള്ളിക്കാരന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മമ്മൂട്ടിയെ പോലെ തന്നെ ഈ ഭാഷ കൈകാര്യം ചെയ്യാനും ഹിന്ദി പറയാനും തമിഴ് പറയാനും അവിടെ മലയാളത്തിനേക്കാൾ നമുക്ക് അവിടത്തെ നേറ്റിവിറ്റി തോന്നും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഇപ്പം മലയാളത്തിൽ വരുന്ന കുറവല്ലേ. പിന്നെ മലയാളത്തിനെക്കാട്ടും കുറച്ചുകൂടെ നല്ലത് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ അത്ര എത്തൂല, പക്ഷെ എന്നാലും ഇതാണ് നല്ലത്. നമ്മള് നെപ്പോ കിട്ടി എന്നാണ് ഇപ്പൊ ദുൽഖറിൽ വന്നിരിക്കുന്നത്. നെപ്പോ കിഡ് ആണല്ലോ. നെപ്പോ കിഡ് ദുൽഖർ ഒന്ന് പ്രണവ് മോഹൻലാലിന് അഭിനയിക്കാനൊക്കെ നല്ല മോശം പറയാൻ പറ്റൂല. പക്ഷെ എന്ത് പുള്ളീനെ എപ്പോഴും നിർബന്ധിച്ച് താല്പര്യമില്ലാതെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന പോലെ ഒരു തോന്നല് വരാറുണ്ട് ചില സമയത്ത്. അത് ചിലപ്പോ ഇവര് പറഞ്ഞുണ്ടാക്കണായിരിക്കും പുള്ളിക്ക് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. വല്ലപ്പോഴും ചെയ്യാനേ താല്പര്യം കാണുള്ളൂ. എന്നാലും താല്പര്യമില്ലാത്തവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയൂല, അല്ലേ? ശരിയല്ല. പിന്നെ മോഹൻലാലിന്റെ മോളും വരാൻ പോകുന്നു. അതെ അതെ, അതൊക്കെ ന്യൂസ് പത്രത്തിലുണ്ടായിരുന്നു. പത്രത്തിലൊക്കെ അങ്ങനെ അത് അപ്പൊ ഞാൻ അങ്ങനെ കാണുമ്പോ നമ്മൾ ആലോചിക്കും, ഇത്രയും ഒരു ഇതുണ്ടല്ലോ, ഇത്രയും ബെനിഫിറ്റ് ആണ്. ഒരു നോർമൽ ഒരാള് ഈ കഷ്ടപ്പെട്ട് വരുന്ന സ്ഥലത്ത് ഇവര് ഭയങ്കര ഈസി ആയിട്ട് അത് ഇവിടെയാണ്. ഇവിടെ അങ്ങനെ നെപ്പോ കിഡ്സിന് വളർന്നു വരാനും പോലും പാടാണ്. എന്നിട്ട് പോലും നമുക്ക് തോന്നി ഇത്രയും ഈസി ആണല്ലോ നെപ്പോ കിഡ്സിന് സിനിമയിൽ ആക്സസ് എന്നുള്ളത്. അത് ഈസി തന്നെയാണ്. പൃഥ്വിരാജിന് ആദ്യത്തെ സിനിമ അത് എല്ലാവർക്കും ഇപ്പൊ നമുക്ക് പറയാം. ഇത് ഇടയ്ക്ക് വെച്ച് വിജയ് സേതുപതിയുടെ മകനും വന്നപ്പോഴൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴും പുള്ളി ഇതേപോലെ പ്രസ് മീറ്റിൽ എന്തോ അപ്പ വേറെ ഞാൻ വേറെ അങ്ങനെ എന്തോ പറഞ്ഞു. എന്റെ അങ്ങനെ ആ ബെനിഫിറ്റ് വേണ്ട അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു. ഈ ഫസ്റ്റ് സിനിമ തന്നെ അപ്പോഴെല്ലാരും ഇതുള്ളതുകൊണ്ടാണ് വന്നത്. ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അത് എന്തൊക്കെ പറഞ്ഞാലും അതവിടെ ഉണ്ട്. അത് പക്ഷേ ഇപ്പൊ നെപ്പോ കിഡ്സ് എന്ന് പറയുന്ന ഒരു റോങ് സാധനമല്ല. കാര്യം നെപ്പോ കിഡ്സ് ആയിട്ടുള്ള ഇപ്പൊ പണ്ട് നോക്കിയ പോലെ സായികുമാർ, വിജയരാഘവൻ, ഇവരൊക്കെ ബ്രില്യൻ്റ് ആക്ടേഴ്സാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ മോശം എന്നല്ല പറയുന്നത്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഓൾവേസ് ഒരു കോണ്ടാക്റ്റിലാണ് കാര്യമിരിക്കുന്നത്. സിനിമ നമുക്ക് അവസരം കിട്ടുക എന്ന് പറയുന്നത്, ഇനി അവസരം കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും കോണ്ടാക്ട് ബേസിസ് ആണ്. നമ്മള് ആഗ്രഹം മാത്രം അല്ലെങ്കിൽ ഇത് പോരാ. ആഗ്രഹം മാത്രം പോരാ, ആഗ്രഹം ഹാർഡ് വർക്കും നല്ലപോലെ ചെയ്യണം. നല്ലോണം ചെയ്ത് ഇപ്പം ജോജുവിന്റെ ഇത് തന്നെ എന്തുമാത്രം നമ്മൾ പഴയ സിനിമയൊക്കെ എടുത്ത് നോക്കി അതിന് സൈഡിലൊക്കെ എല്ലാത്തിലും കാണും. അപ്പോഴും നമ്മൾ വിചാരിക്കുമല്ലോ ഈ പുള്ളിയാണല്ലോ ഇന്ന് ഈ ഇത്രയും ലെവലിൽ വന്ന് നിൽക്കണേന്ന്. അവർക്ക് അത്രയും ടൈം എടുത്തു ഈ ഒരു ലെവലിൽ എത്താൻ. ടൈം എടുത്തടാ. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജിലൊക്കെ ഉണ്ടല്ലേ, ട്രിവാൻഡ്രം ലോഡ്ജിലുണ്ട്, പട്ടാളത്തിലുണ്ട്. അങ്ങനെ അപ്പോഴും പുള്ളി ഇങ്ങനെ നിന്ന് ആ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ ഒരു ലക്കും കൂടെയാണ്. ഒരു സിനിമ കിട്ടും, അതിലങ്ങ് കയറി ആൾക്കാർക്ക് അങ്ങ് ക്ലിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സെലക്ഷനിലൂടെ പുള്ളിയുടെ ഒരു ആക്ഷൻ ഹീറോ ആണ് ഇപ്പൊ പുള്ളി. പിന്നെ നെപ്പോ കിഡ്സ് അല്ല, സാധാരണ ആൾക്കാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. അത് ഈ നെപ്പോ കിഡ്സിന് ഒരു ആദ്യമേ നമുക്ക് പ്രേക്ഷകർക്ക് ചെറിയൊരു ഹേറ്റ്നെസ് കാണും. മറ്റവർക്ക് ആ ഒരു അവര് താഴെ നിന്ന് വന്നതാണെന്നുള്ള ആ ഒരു പരിഗണന എപ്പോഴും പോളി ആയാലും ടോബിനോ ആയാലും ആസിഫൊക്കെ ആയാലും അങ്ങനെ എപ്പോഴും അവര് പറയും ഇവര് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണെന്നുള്ള ഒരു ഇത് വരും. ആ ഒരു സപ്പോർട്ടുണ്ട്. അത്
നെപ്പോ കിഡ്സ് അല്ലാത്തവർക്ക് കിട്ടൂല. നെപ്പോ കിഡ്സിന് എപ്പോഴും ഒരു എന്തിനാണ് ആ ഒരു ഇത് എപ്പോഴും വരും, ആ നെഗറ്റീവ് ഒരു സാധനം ഉണ്ട് എപ്പോഴും. ആ ഒരു എത്ര നല്ല പോലെ ചെയ്താലും ആ ഒരു ഫിൽറ്റർ വെച്ചാൽ കാണും. എന്തൊക്കെ പറഞ്ഞാലും ഇയാളുടെ മോനാണല്ലോ എന്നിട്ട് ഇത്രേ കാണിച്ചുള്ളൂ. പിന്നെ കമ്പാരിസൺ എപ്പോഴും. നിങ്ങളിപ്പം പ്രണവ് മോഹൻലാലിന്റെ കേസിൽ എനിക്ക് അതാണ് തോന്നുന്നത്. മോഹൻലാൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇപ്പം ആക്ടിങ്ങിന്റെ ഇത് നോക്കുമ്പോൾ ആക്ടിങ്ങിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു സംഭവമാണ്. അതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോഴും അവിടെ പ്രണവിനെ വെച്ച് കമ്പാരിസൺ വരും. അതില് പുള്ളിക്ക് അൺഫെയർ ആണത്. അൺഫെയർ ആണ്. ഇത്രയും വലിയൊരു ജയന്റ് ആയി പോയി. പിന്നെ ഈ നമ്മൾ ഈ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള നെപ്പോ കിഡ്സ് മാത്രമല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ള നോക്കുമ്പോ വിനീത് ശ്രീനിവാസൻ, പൃഥ്വിരാജ്, ദുൽഖർ, പിന്നെ ഫഹദ് ഫാസില്, അവരെല്ലാരും. ഫഹദ് ഫാസിലിന്റെ കേസിൽ ആദ്യം ഇതേപോലെ കുറച്ച് ഒരു സിനിമ കഴിഞ്ഞപ്പോഴും മൊത്തത്തിൽ ബ്രേക്ക് എടുത്ത് പോയതാ. ഇതേപോലെ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിലും ഇതെന്ത് അഭിനയിക്കൂല എന്നൊക്കെ ഒരു ഇത് വന്നപ്പോഴാണ് പുള്ളി പോയത്. പക്ഷെ ഫഹദ് ഫാസിലിന്റെ കേസിലും ആ ഒരു ബ്രേക്ക് അത് ഭയങ്കര നല്ലതായിരുന്നു. ബ്രേക്ക് കിട്ടിയതൊരു ഇത് നെപ്പോ കിട്ടായോണ്ടായിരിക്കൂലേ, ഒരു കണക്ഷൻ ഉള്ളത്. ബ്രേക്ക് കിട്ടിയിട്ട് തിരിച്ചു വന്നത് നെപ്പോ കിട്ടായോണ്ട്. വേറൊരാളാണെങ്കിൽ അങ്ങനെ കിട്ടൂലല്ലോ. ഒരു ഫസ്റ്റ് സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫീൽഡ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലല്ലേ. എന്നിട്ടും പുള്ളിക്ക് ആ സിനിമയുടെ ഉള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതാണ് പുള്ളിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതും പുള്ളി വീണ്ടും ട്രൈ ചെയ്തത്. പുതിയ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി. ഡയമണ്ട് നെക്ലസ്. അത് കഴിഞ്ഞിട്ട് പുള്ളി സെലക്ട് ചെയ്ത, പുള്ളിയുടെ കയ്യിലാണ് ഇരുന്നത്. പുള്ളി സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സും ബാംഗ്ലൂർ ഡേയ്സും അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് പുള്ളി യുണീക്നെസ് കൊണ്ടുവന്നു. പിന്നെ പുതിയൊരു നമ്മളെ കഷണ്ടി ഉള്ള ഒരു നടൻ അങ്ങനത്തെ എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ആ ടൈമിലുള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ഫഹദ് ഫാസിൽ എന്ന് കാണുമ്പോൾ വാവ് എന്ന് പറയുമെങ്കിൽ ആ ടൈമിൽ എല്ലാരും പറഞ്ഞത് ആ ഒരു നായക നടനുള്ള ഒരു ക്വാളിറ്റിയുടെ ഇത് സോ കോൾഡ് ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിൽ നിന്ന് മാറി ഒരു ഇതാണ്. സാധാരണ വിഗ് വയ്ക്കാതെ ഒരു നടനും അഭിനയിക്കൂലായിരുന്നു അല്ലേ. അപ്പോഴങ്ങനെ വന്ന ഒരു സാധാ ഒരു ഇതായിട്ട് പോയി. പിന്നെ പുള്ളിയുടെ സെലക്ഷൻസ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലാതെ നെപ്പോ കിഡ്സ് എന്ന് നമുക്ക് പറയാമെങ്കിലും പുള്ളി പറയാൻ പറ്റൂല. പുള്ളിയുടേത് സെലക്ഷന്റെ കാര്യവും കൂടെ. പിന്നെ നമ്മുടെ നെപ്പോ കിഡ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ. ഈ ധ്യാൻ ശ്രീനിവാസന്റെ സംഭവം പുള്ളിക്കാരെ ഫീൽഡ് ഔട്ട് ആവേണ്ട വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ പോയേനെ. പുള്ളിക്കാരന് ഇപ്പൊ മറ്റേ ട്രോളന്മാരെന്തിനാണ് ഇന്റർവ്യൂ സ്റ്റാർ, ബോംബ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ മകൻ. അപ്പൊ ആ ഒരു ഇത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇന്റർവ്യൂലൊക്കെ വന്ന് ആ ഒരു രസം. അല്ല, പുള്ളിയുടെ ഇന്റർവ്യൂവിലാണ് പുള്ളിയുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി പുറത്തോട്ട് വന്നത്. പുള്ളി ആക്ച്വലി സത്യം പറഞ്ഞാൽ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ രീതിയിലുള്ള സാധനമായിരുന്നെങ്കിൽ പുള്ളി കുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ല. പിന്നെ നയൻതാരേനെ പുൾ ഓഫ് ചെയ്യുക ചില്ലറ കാര്യമല്ല. ഡെബ്യൂട്ട് ഡയറക്ടർ ഒരു ഫണ്ണ് പടമായിരുന്നു. ലൈറ്റ് ആയിട്ട് പടമായിരുന്നു. അത് നയൻതാര വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പുള്ളി അപാര കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് നമ്മള് തർക്കിക്കാനോ അങ്ങനെ ഒരു ആർഗ്യൂ ചെയ്യാനോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോ അങ്ങനെ പറയൂല, പക്ഷെ എവിടെയെങ്കിലും പറയും. അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധനം വെച്ച് നോക്കുമ്പോൾ ലെജൻഡ് തന്നെ പറയാതിരിക്കാൻ. കാര്യം സോഷ്യൽ മീഡിയയില് അത്രയും എന്ത് വീഡിയോ ഇട്ടാലും എന്ത് ഇന്റർവ്യൂ ഇട്ടാലും അത് ഭയങ്കര ഹിറ്റ് ആവുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ആദ്യം പുള്ളിയുടെ ആ ഒരു തുടക്ക ഇന്റർവ്യൂ സമയത്ത് ഞാൻ വിചാരിച്ചു 2-3 ഇന്റർവ്യൂല് ഇങ്ങനെ ആയിരിക്കും, പിന്നെ ഹൈലൈറ്റ് ആവൂലെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, പുള്ളി ജെന്യൂനിറ്റി നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. പുള്ളി സംസാരിക്കുമ്പോഴേ ഒരു ഫേക്ക്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. അതെ, ഫേക്ക്നെസ് ഫീൽ ചെയ്യൂല. ഫീൽ ചെയ്യൂലെന്നല്ല, ചിലപ്പോ ആയിരിക്കില്ല. ചിലപ്പോ പുള്ളി തള്ളാത്ത മനുഷ്യന്മാരൊന്നുമല്ലല്ലോ. നെപ്പോ കിഡ്സ് ഒന്നും ഇപ്പൊ തള്ളിക്കളയാനും പറ്റൂല പുള്ളിയെ. നെപ്പോ കിഡ് ആണെങ്കിലും പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സാധാ ഒരു പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നായക നടനെ, ഒരു ചെറിയൊരു മാർക്കറ്റുള്ള ഒരു കയ്യിലൊതുങ്ങിയ ഒരു പൈസയൊക്കെ ഉള്ള ഒരു നടനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എല്ലാത്തിലും കയറി കമ്മിറ്റ് ചെയ്യുക. സെലക്ഷൻ നോക്കാതെ കമ്മിറ്റ് ചെയ്യുക. ഇത്രയും വലിയ പടങ്ങൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക.
അഭിനയിച്ചുകൊണ്ടിരിക്കട്ടെ. പുള്ളിക്ക് നല്ല പൈസ കിട്ടും, അവർക്കും ഒരു ഇത്. പിന്നെ യൂട്യൂബിലും ഇന്റർവ്യൂസ് വരും. പുള്ളിക്കാരി മറ്റേ വീണയ്ക്കൊരു വരുമാനവും ആവും. അതങ്ങനെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് നല്ല, ഇപ്പൊ ഉജ്ജ്വലനൊക്കെ പുള്ളിയുടെ പടം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പടമാണ് ഉജ്ജ്വലൻ. പുള്ളിയുടെ ഫിലിമോഗ്രഫി വെച്ച് നോക്കുമ്പോ ഒരു നല്ല പടമായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് ഇവരൊരു കഴിവുകൊണ്ടാണ്. നെപ്പോ കിഡും അവർക്ക് ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണെന്നാണ് പറഞ്ഞു വന്നത്. ഇവർക്ക് കിട്ടിയിട്ടുള്ള പ്രിവിലേജും ഉണ്ട്. ഇത് ഒരു ഡെബ്യൂ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസ്, അങ്ങനെയൊക്കെ ബാക്കിയുള്ളവർക്ക് പുറത്തുള്ളവർക്ക് കിട്ടാത്ത ഒരു സാധനങ്ങളുണ്ട്. പിന്നെ ഇത് കിട്ടുന്നുണ്ട്, പഠിക്കാനുള്ള അവസരം, ട്രെയിൻ ചെയ്യാനും. പിന്നെ ഇവർക്ക് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, കരിയറിന്റെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാർക്ക് ഇപ്പം റിസ്ക് എടുത്തോണ്ടായിരിക്കും ചിലപ്പോ അവര് നല്ല രീതിയിൽ ഒരു റിച്ച് ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കുടുംബത്തെ നോക്കണ്ട, അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പോഴവർക്ക് ഫ്രീ ആയിട്ടൊരു ചാൻസ് എടുക്കാം. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ പാട്ടിലൂടെയാണ് വന്നത് അല്ലേ? പാട്ടിലൂടെ. പിന്നെ എനിക്ക് ഇങ്ങനെ ഇത് ഭയങ്കര നെപ്പോക്കിട്ട് നോർമലൈസ് ചെയ്യണത് ആയിട്ടും തോന്നുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് നെപ്പോക്കിട്ട് എന്ന് പറഞ്ഞു അതിനെ നോർമലൈസിങ് ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ അത് പക്ഷെ നെപ്പോക്കിറ്റ്സ് കൂടുതൽ വരുന്നോണ്ടല്ലേ അത് നോർമൽ ആവുന്നു. അത് ശരിയാ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണുമ്പോഴും അതിലും ഇപ്പം നെപ്പോക്കിട്ട് എന്ന് പറഞ്ഞ് അവര് ട്രോൾ ചെയ്യുന്നത് അവരെ തന്നെയാണ്. അവർ ആക്ച്വലി ആ ട്രോളിലൂടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇഷ്യൂവിനെ അങ്ങ് നോർമലൈസ് ചെയ്യുന്നതാണ്. അത് റോങ് ആണ്. പുറത്തുള്ളവർക്ക് പറയാം, അവര് പറയുമ്പോ അത് ആക്ച്വലി അത് വെളുപ്പിക്കാൻ വേണ്ടി കളിയാക്കണ പോലത്തെ രീതി. വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ എല്ലാരും ഇപ്പൊ കല്യാണി, പ്രിയദർശനാവട്ടെ, അങ്ങനെ ഒരുപാട് പേര്, പ്രണവ് മോഹൻലാല്, ധ്യാന്, അങ്ങനെ കുറെ പേര് വന്നിട്ട് അതിൽ തന്നെ ഒരു നെപ്പോട്ടിസം ഇങ്ങോട്ട് അല്ലേ, അത് നമുക്ക് കാണുമ്പോ ഇതെന്തോന്നു. നമുക്ക് ആ സിനിമ ഇങ്ങനെ കാണുമ്പോ തോന്നും മറ്റേ ഈ 6-ാം തമ്പുരാനില് അപ്പനും പിന്നെ കൂട്ടരും ചേർന്നുള്ള ട്രസ്റ്റ് പോലെ നമുക്ക് തോന്നും. വെറുതെ ക്യാരക്ടേഴ്സ് പറഞ്ഞ അത്രയും ഇങ്ങനെ വരുമ്പോഴും മെയിൻ ആയിട്ടുള്ളവരെല്ലാരും ഇവരും, പിന്നെ സബ് ക്യാരക്ടേഴ്സ് മാത്രം പുറത്തുനിന്നുള്ളവരും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർക്കാണ് കൂടുതൽ കൊടുക്കുക. അങ്ങനത്തെ ഒരു സാധനം കാണുമ്പം എന്നിട്ട് അവര് അതിൽ തന്നെ നെപ്പോട്ടിസത്തിനെ ഇങ്ങനെ പരത്തും. അപ്പോഴത് നമ്മള് നെപ്പോട്ടിസം ചിരി വന്ന് അവിടെ നമ്മള് അതൊന്നും നോർമലൈസ് ആവുകയാണ് ചെയ്യുന്നത്. സ്റ്റാർ ഓറയില് ചില ആൾക്കാര് ഇരുന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, അത് ഭയങ്കര റോങ് ആണ്. അതായത് ഇപ്പം അവരിത് പറഞ്ഞുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ അത് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. അങ്ങനെ ചിലതുണ്ട്. ഇപ്പം മാധവ് സുരേഷ് പറഞ്ഞ നോ, വിനീത് ശ്രീനിവാസൻ പറഞ്ഞ യെസ്, അങ്ങനെ ഉണ്ട്. അല്ല, അത് ഇപ്പം മാധവ് സുരേഷിനെ തന്നെ ഇങ്ങനെ ഒരു കുട്ടി, ഒരു 20 വയസ്സേ ആയുള്ളൂ, പക്വത. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു സുരേഷ് ഗോപിയുടെയും കൂടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും പുള്ളിക്കാരനോടുള്ള ഒരു ഇതും കൂടെ വരുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്രയും ആൾക്കാർ വിമർശിക്കുന്നതും കളിയാക്കുന്നതും ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പൊ അതില് നിൽക്കുന്ന മാധവ് സുരേഷ് ഇനി എങ്ങനെയായിരിക്കും, ഇനി എങ്ങനെ, ഇപ്പം ആദ്യമേ ഇങ്ങനെ കേൾക്കുമ്പോഴ് ഒന്നും എന്ന് വെച്ചാൽ ഇനി തളർന്നു പോവാതെ പോകുന്നതിലാണ് ഇരിക്കുന്നത്. Madhav Suresh, if you are watching this, I want to see you in 2026. Fingers crossed. കാരണം ആദ്യമൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വരും, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സെലക്ഷനും കാര്യങ്ങളും അഭിനയവും അത് മാറ്റി കാണിച്ചു കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞവര് തന്നെ കൈയടിക്കും. പിന്നെ ഈ PR പോലെ ഇങ്ങനെ ചേഞ്ച് ആവരുത്. ഇത് നിങ്ങളുടെ ആ ഒരു ഏജന്റ് സാധനം കൂടെയാണ്, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് എല്ലാരും ഒരേപോലെ പറയുന്നതിൽ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പം മറ്റേ ഇങ്ങേരില്ലേ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂല് മാറിയോണ്ട് അങ്ങേര് കുറച്ച് ജെന്യൂൻ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫാക്ടർ കിട്ടിയത്. അതേപോലെ ഇങ്ങനെ ഈ
പൃഥ്വിരാജ് ആവണ്ട ചേഞ്ച് ആവാതിരിക്കും. പൃഥ്വിരാജ് പോലെ തന്നെ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിന്ന് അങ്ങനെ അതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ പിടിച്ച് നിൽക്കുക. എങ്കിൽ അത് മതി. ചേഞ്ച് ആവില്ല, അത്രയാണ്. അപ്പൊ അതാണ് നമ്മൾ നെപ്പോക്കിഡിനെ പറ്റി നമുക്ക് പറയാനുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് എന്താണ് അതിനെ പറയാനുള്ളത്? കുറിച്ച് നമ്മൾ ഒരുപാട് ഗഗനമായിട്ടൊന്നും പോയില്ല. നമുക്ക് അറിയാന്നുള്ള ഒരു ഫേമസ് കുറച്ച് കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ വെച്ച് അപ്പോൾ ഈ നെപ്പോട്ടിസം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നിങ്ങളെ അഭിപ്രായം പറയുക. കാരണം ഇത് നല്ല ഒരു എന്ന് വെച്ചാൽ ഇത് നോർമലൈസ് ആവുന്ന പോലെ ഇപ്പൊ തോന്നുന്നു. അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇത് നല്ലതാണോ നല്ലതാണോ മോശമാണോ? അതെ അതെ അതെ. അല്ല, ഈ നല്ല നെപ്പോ കിഡ്സ് മോശം നെപ്പോ കിഡ്സിനെ നോർമലൈസ് ചെയ്യും. അതാണ് വിനീത് ശ്രീനിവാസൻ ചെയ്യുന്നത്. അത് ശരിയാണോ? അത് ശരിയാണോ? പിന്നെ ഇതൊരു തെലുങ്ക് ഇൻഡസ്ട്രി പോലെ ആവുമോ മലയാളം ഇൻഡസ്ട്രി? അല്ലെങ്കിൽ ഇതൊരു ബോളിവുഡ് അതേപോലെ ആവുമോ? ആവാൻ വളരെ ചാൻസ് കുറവാണ് അല്ലേ? എന്നാലും നിങ്ങൾ അഭിപ്രായം പറയാ. നമ്മളെ പോലെ ഉള്ള യുവാക്കൾക്ക് ഇനി ചാൻസ് ഉണ്ടോ? ശ്രീനിവാസൻ വേറെ ആരെങ്കിലും ഒക്കെ ആയാൽ കൊള്ളാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് എന്നെ ചീത്ത വിളിക്കാതിരിക്കുക, ഉല്ലാസിനെ ഒന്ന് അപ്പോ അത് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമന്റോ ഷെയറോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.